ഹലോ ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ ദിനേനയെന്നോണം സംഘടിപ്പിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള വർക്ക്ഷോപ്പുകളുടെയും കോഴ്സുകളുടെയും ഭാഗമായിട്ട് ഇന്ന് മറ്റൊരു സബ്ജക്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളുടെ അറിവുകളെ നമ്മൾ നവീകരിക്കുകയും പുതിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും അത് നമുക്ക് നമ്മുടെ മെന്റൽ ഹെൽത്ത് മേഖലയിൽ നമ്മുടെ പ്രൊഫഷണൽ കരിയറിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതിന്റെ ഭാഗമായി മെറ്റഫേഴ്സ് ഇൻ സൈക്കോതെറാപ്പി എന്ന ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയാണ്, ഒരു ഡിസ്കഷനാണ് ഇന്ന് ഒരു വെബിനാറാണ് നമ്മൾ ഇന്ന് സംഘടിപ്പിക്കാൻ പോകുന്നത്. ഈ ഒരു വെബിനാറിനെ ഫ്രീ വെബിനാറിനെ ലീഡ് ചെയ്യുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും സൈക്കോതെറാപ്പിസ്റ്റും ആയിട്ടുള്ള വർഷ മാം ആണ്. വിംബിൾ അക്കാദമിയിൽ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾക്ക് വർഷ മാം നേതൃത്വം വഹിക്കുന്നു. അതേപോലെ തന്നെ കൗൺസിലിംഗ് സൈക്കോതെറാപ്പി മേഖലയിലൊക്കെ മാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മെറ്റഫേഴ്സ് ഇൻ സൈക്കോതെറാപ്പി എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഈ ഒരു വെബിനാറിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ ലേണേഴ്സിനെയും ഈ ഒരു വെബിനാറിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വർഷ മാമിനെ വളരെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. Thank you so much. Thank you, Faisal sir. Hi all, good evening. Good evening, ma'am. Good evening. Good evening. Okay. അപ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്നുകൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് വർഷ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, തെറാപ്പിസ്റ്റ് ആണ്. എൻ്റെ പ്ലേസ് എറണാകുളമാണ്. അപ്പൊ ഇതിൽ എറണാകുളത്തുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ മെറ്റഫേഴ്സ് ഇൻ സൈക്കോതെറാപ്പി. അപ്പോൾ ചിലപ്പോൾ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഇതിന് ഇങ്ങനെ തന്നെയാണോ പറയുന്നതെന്നൊക്കെ ഉള്ള ഒരു സംശയമായിരിക്കാം മേ ബി നമുക്ക് ഉണ്ടാവാം. ഇപ്പൊ ഞാനൊരു ചെറിയൊരു കാര്യം പറയാം, നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യണേന്ന് എന്നോട് പറയാം. ഇപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഒന്ന് ചാറ്റിൽ എനിക്ക് മെസ്സേജ് ഇടണേ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആലോചിക്കാം, നമ്മളൊരു ബസ് ഇങ്ങനെ ഓടിച്ചുകൊണ്ടും പോവാം. നമ്മളിങ്ങനെ ഒരു ബസ് ഡ്രൈവ് ചെയ്തുകൊണ്ടും പോകുന്ന സമയത്ത് നമുക്കതില് കുറേ പാസഞ്ചേഴ്സ് ഉണ്ട് ആ ബസ്സിൽ. അപ്പൊ നമ്മൾ ഡ്രൈവറാണ്, നമ്മൾ ആ ബസ് ഇങ്ങനെ ഏറ്റവും ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് ആ ബസ് ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് കുറച്ചധികം പാസഞ്ചേഴ്സ് നമ്മുടെ ആ ബസ്സിലുണ്ട്. അതിൽ ചില പാസഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഒച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് തരാം. അവരവിടെ ഷൗട്ട് ചെയ്യുന്നുണ്ട്, ചിലർ പറയുന്നുണ്ട് ഈ വഴി പോവാതെ ഈ വഴി പോകുന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം ഒരു ഡിസ്ട്രാക്ഷൻസ് ആയിട്ടാണ് ഈ പാസഞ്ചേഴ്സ് ആ ബസ്സിൽ നിൽക്കണേ. അപ്പൊ ഒന്നല്ലെങ്കിൽ ഈ ഡ്രൈവറിന് എന്ത് ചെയ്യാം, ആ പാസഞ്ചേഴ്സ് പറയുന്നത് കേട്ടിട്ട് അവര് പറയുന്ന രീതിയിൽ കൂടെയൊക്കെ പോവാം. പക്ഷെ ഓരോരുത്തരും പലതാണ് പറയണത്, കറക്റ്റ് ആയിട്ടുള്ളതല്ല. പലരും പല രീതിയിലേക്ക് ടേൺ ചെയ്യണം, പോകണം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പൊ ഈ ഡ്രൈവറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവര് പറയുന്നത് വേണമെങ്കിൽ ഡ്രൈവറിന് എന്ത് ചെയ്യാം, ഈ പാസഞ്ചേഴ്സ് പറയുന്ന അനുസരിച്ചിട്ട് ആ ബസ് ഡ്രൈവ് ചെയ്തുകൊണ്ടും പോവാം, ഇല്ലേ? അതല്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യാം, ഫൈനലി ഇപ്പൊ പാസഞ്ചേഴ്സ് കിടന്ന് ഒച്ച വെച്ചാലും അവര് ഷൗട്ട് ചെയ്താലൊക്കെ അത് ആ ഡ്രൈവറിനെ ബാധിക്കുന്ന ഒരു കാര്യമില്ല. കാരണം കേൾക്കുന്നുണ്ട് ആൾക്ക്, ആ ഡിസ്റ്റർബൻസസും എല്ലാ കാര്യങ്ങളും ആളത് കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ആളുടെ കയ്യിലാണ് ആ സ്റ്റിയറിംഗ് ഉള്ളത്, അല്ലെ? ഫൈനലി ആ സ്റ്റിയറിംഗ് ഉള്ളത് ആരുടെ കയ്യിലാണ്? ആ ഡ്രൈവറിന്റെ കയ്യിലാണ്. അപ്പൊ ആൾക്ക് എങ്ങോട്ട് പോകണം, എങ്ങനെ വേണം, ഏത് വഴിയിൽ കൂടി തിരിയണം എന്നൊക്കെ ആൾക്ക് ആലോചിക്കാം. അപ്പൊ ചില സ്റ്റോപ്പ് എത്തുമ്പോഴേക്കും അതിലെ ചില പാസഞ്ചേഴ്സ് ഇറങ്ങി പോകുന്നുണ്ട്, ചിലത് വീണ്ടും കയറി വരുന്നുണ്ട്, ചിലർ ജേർണി ഫുൾ ഇങ്ങനെ നമ്മളുടെ കൂടെ തന്നെ ഉണ്ട്. പക്ഷെ എന്നാലും ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ആ ഒരു ഡ്രൈവറാണ്, അല്ലെ? അപ്പൊ ആ ഡ്രൈവറിന് എന്ത് ചെയ്യാം, ഈ ഡിസ്ട്രാക്ഷൻസ് കേട്ടുകൊണ്ട് തന്നെ ഡ്രൈവറിന് എവിടെ എത്താൻ പറ്റും, ആ ഒരു പോയിന്റിലേക്ക്, ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് എത്താൻ പറ്റും. പക്ഷെ ഈ ഇരിക്കുന്ന ആളുകൾ പറയുന്ന അനുസരിച്ചിട്ടാണ് പോവാണെങ്കിൽ ആ ഡ്രൈവർ വീണ്ടും ആള് ഡിസ്ട്രാക്റ്റഡ് ആവാണ്, ആള് വേറെ വേറെ സ്ഥലങ്ങളിലേക്കായിരിക്കും പോവാ, ചിലപ്പോൾ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പറ്റാതെയും ആവാറുണ്ട്. ഓക്കെ. ഇപ്പൊ ഒരു ചെറിയ കാര്യമാണ്, ഇതിന് നിങ്ങൾക്ക് എന്തായിട്ടാ തോന്നുന്നത്? നമ്മുടെ ലൈഫായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴേക്കും അതിന് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണേ? പറയാമോ ആർക്കെങ്കിലും?
അല്ലെങ്കിൽ ചാറ്റിലെങ്കിലും ഒന്ന് മെസ്സേജ് ഇടാമോ? ഇത് നമ്മുടെ ജീവിതയാത്രയായിട്ട് തന്നെയാണ് തോന്നുന്നത് മാം. ജീവിതയാത്രയിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് ആൾക്കാർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പക്ഷെ നമുക്കൊരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ തന്നെ പ്രയത്നിക്കണം. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ആ ഒരു ലക്ഷ്യത്തെ നമ്മൾ മറക്കാതിരിക്കുക എന്നുള്ളതാണ്. അതെ. ഇതിന് കൗൺസിലിംഗുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. കണക്ട് ചെയ്യാം. കാരണം ക്ലയന്റ് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു, അവരുടെ ചില കാര്യങ്ങൾ പറയുന്നു. അവിടെയാണ് നമ്മൾ ഡ്രൈവറുടെ സീറ്റ്, കൗൺസിലർ അല്ലെ? യാത്രക്കാരൻ ക്ലയന്റ്, കൗൺസിലർ ആണ് ഡ്രൈവർ. അപ്പൊ ഡ്രൈവറാണ് ശരിക്ക് അവരെ ഏതെങ്കിലും ഒരു ലക്ഷ്യസ്ഥാനം എത്തിക്കുക, അല്ലെങ്കിൽ അവരെ പ്രോബ്ലത്തെ ഫ്രീ ആക്കാനുള്ള ലക്ഷ്യമാണല്ലോ കൗൺസിലറുടെ റോള് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു മെറ്റാഫർ ഇല്ലേ ഇത്? ഉണ്ട്, അതും ഉണ്ട്. ഇനിയുണ്ടോ വേറെ ഒരു രീതിയിൽ ആർക്കെങ്കിലും പറയാൻ? നമുക്ക് 2 പേര് പറഞ്ഞു. ഇനി വേറെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? ഇത് നമുക്ക് നമ്മുടെ ഒരു ലൈഫായിട്ട് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന ചില കാര്യങ്ങൾ. അപ്പൊ ഈ പാസഞ്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ തോട്ട്സ്, മൾട്ടിപ്പിൾ തോട്ട്സ് വരും. ഈ ഡ്രൈവർ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ, അല്ലെങ്കിൽ നമ്മളുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങൾ. ഡ്രൈവറാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ നമുക്കതിൽ ഏത് തോട്ട് ഇന്റർണലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് തോട്ട് നമുക്ക് ആവശ്യമുള്ളതാണ്, ഏത് തോട്ട് നമുക്ക് ആവശ്യമില്ലാത്തതാണെന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ നമുക്ക് പറയാം. യെസ്. ഓക്കെ. ഇനി ആർക്കെങ്കിലും പറയണോ? ആരെങ്കിലും ഉണ്ടോ പറയാൻ? ചാറ്റിൽ മെസ്സേജ് അയച്ചോ, ഈ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ. നമുക്കൊരു 3 ഐഡിയാസ് കിട്ടിയിട്ടുണ്ട്. ഇനിയുണ്ടോ എന്തെങ്കിലും? നമ്മുടെ ലൈഫ് തന്നെയാണ് അത്. ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും നമ്മളാണ് നമ്മുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞെന്നിരിക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ കൺട്രോള് നമ്മൾക്ക് തന്നെ വേണം. സ്റ്റിയറിംഗ് നമ്മുടെ കയ്യിലായിരിക്കണം, മറ്റുള്ളവരുടെ കയ്യിൽ അവരുടെ അഭിപ്രായങ്ങൾക്ക് വിട്ടുകൊടുക്കരുത്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ കുറേ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ കേട്ടിരുന്നു. അപ്പൊ ഇതിലെല്ലാം കറക്റ്റ് ആണ് അല്ലെ? നമ്മള് ഓരോന്നും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരും പറഞ്ഞ കാര്യം വളരെ കറക്റ്റ് ആണ്. നമ്മൾ അങ്ങനത്തെ ഒരു രീതിയിൽ ആലോചിക്കുമ്പോൾ ശരിയാണല്ലോ പറഞ്ഞെന്നുള്ളൊരു ഫീലിംഗ് വരുന്നില്ലേ? അതിനെയാണ് ഈ മെറ്റഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചില സമയത്ത് ഇപ്പൊ ഞാൻ ഡയറക്റ്റ് പറയാണ്, നമുക്ക് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ട് അതിന്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ ലൈഫിൽ സക്സസ് ആവില്ല. അപ്പൊ നമുക്ക് സക്സസ് ആവണമെങ്കിൽ അത് മൈൻഡ് ചെയ്യണ്ട. ഒന്നല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാം, അതല്ലാന്നാണെങ്കിൽ എനിക്ക് ഈ പറഞ്ഞൊരു കാര്യത്തിനെ മറ്റൊരു രീതിയിൽ ആ ക്ലയന്റിൽ അവതരിപ്പിക്കാൻ പറ്റും അല്ലെ? അപ്പൊ കുറച്ചും കൂടി അവിടെ ഒരു ഇമോഷണൽ ഫീലിംഗ് മാത്രമല്ല, അവിടെ ഒരു ഇമാജിനേഷനും കൂടി സംഭവിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആളുടെ ആ പ്രശ്നത്തിനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ വേന്ന് കാണാനായിട്ട് അവിടെ സാധിക്കുന്നുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ ഈ മെറ്റഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ എല്ലാ ക്ലയൻസിനും ഈ മെറ്റഫർ യൂസ് ചെയ്തത് കൊണ്ട് ഗുണമുണ്ടോ എന്ന് വെച്ചാൽ ചില ക്ലയൻസിന്, ഇപ്പൊ ചില എക്സെപ്ഷൻസ് ഒക്കെ വന്നാൽ ചിലർക്ക് അങ്ങനത്തെ രീതിയിൽ സംസാരിക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ ആ ഇഷ്ടം മനസ്സിലാക്കണമെങ്കിൽ അവരുടെ തന്നെ ഒരു സംസാര ശൈലി നോക്കി നമുക്ക് അതറിയാൻ പറ്റും. പിന്നെ ചില ആളുകൾ അങ്ങനെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് തിങ്ക് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ചിലപ്പോൾ അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അവരോട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇപ്പൊ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു തെറാപ്പി സൈഡിൽ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ആ ഒരു പ്രോബ്ലമിനെ എക്സ്റ്റേണലൈസ് ചെയ്ത് നോക്കാൻ, അല്ലെങ്കിൽ ദൂരെ നിന്നിട്ട് ഇങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് പോണേ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് പോണേ, അപ്പൊ ആ സ്റ്റിയറിങ് നിങ്ങളുടെ കയ്യിലാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും തീരുമാനം എടുക്കുക? അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കേ. അങ്ങനെ ആയിരുന്നു നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ എങ്ങനെയായിരിക്കും എടുക്കുക എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരെ കൊണ്ട് വിഷ്വലൈസേഷൻ ചെയ്യിപ്പിക്കാം അല്ലെ? തെറാപ്പീസ് നമുക്ക് യൂസ് ചെയ്യാം, നമ്മൾ ടോക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകളുടെ ആ ഒരു എങ്ങനെ ചിന്തിക്കണം, ആ ഒരു പ്രോബ്ലത്തിന് എങ്ങനെ അവർ വിലയിരുത്തണം എന്നുള്ള ഒരു ഐഡിയ അവർക്ക് കൊടുക്കും. അപ്പൊ ഇപ്പോ നമ്മളിപ്പോ ഒരാളോട് ചോദിക്കുമ്പോൾ അയാൾക്ക് തന്നെ പറയാൻ പറ്റുന്നില്ല, എനിക്ക് എന്താ പ്രോബ്ലം എന്ന് ചോദിക്കുമ്പോഴേക്കും അറിയില്ല, മനസ്സിലൊരു ഭാരം പോലെ ഒരു വലിയൊരു കല്ലെടുത്ത് വെച്ചൊരു ഫീലിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? എന്റെ നെഞ്ചിന്റെ അവിടെ ഒരു കല്ലെടുത്ത് വെച്ച പോലെ തോന്നാന്ന് പറഞ്ഞാൽ അവരെന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? നിങ്ങളുടെ രീതിയിൽ എങ്ങനെയാ തോന്നണേ? പറയാമോ?
അയാൾക്ക് എന്തൊക്കെയോ പ്രയാസങ്ങളുണ്ട്. എന്താണെന്ന് മനസ്സിലാവുന്നുമില്ല. പക്ഷെ അത് അതിൽ നിന്ന് മാറാൻ പറ്റുന്നുമില്ല. അങ്ങനെ ഒരു അവസ്ഥ. ഉം. ഉം. ഓക്കെ. എന്തോ ഒരു ഭാരമായിട്ട് തോന്നുന്നുണ്ട് അയാൾക്ക്. ചിലപ്പോ അയാളുടെ അയാൾ കടന്നു വന്ന ലൈഫിലെ ചില സ്ട്രഗിൾ, എന്റെ നെഞ്ചിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കല്ല് പോലെയായിരിക്കും ആൾ അനുഭവിക്കുന്ന ചിലപ്പോൾ സ്ട്രെസ്സും ഡിഫിക്കൽട്ടീസ് സംസാരിച്ച് കേൾക്കാമോ? യെസ് മാം. ഓക്കെ ഓക്കെ. മീറ്റിംഗ് തന്നെ എൻഡ് ചെയ്യണ്ടേ. എന്നൊന്ന് ഹോസ്റ്റ് ആക്കാവോ ഹേമലത മാം? ഓക്കെ. അപ്പൊ ആ ഒരു വ്യക്തി ഇഷ്യൂ അവർ ഈ രീതിയിൽ സംസാരിക്കുന്നതായിട്ട് ആരെങ്കിലും നിങ്ങളോട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ ഇതുവരെയുള്ള ഈ ഒരു ജേർണിയിൽ? ആരെങ്കിലൊക്കെ, അല്ലെങ്കിൽ സ്വയമേ നിങ്ങൾ എപ്പോഴെങ്കിലും അത് യൂസ് ചെയ്തിട്ടുണ്ടോ? ഒന്ന് പറയാമോ? കേട്ടിട്ടില്ലേ ഇതിനു മുന്നേ? കേട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോ മെറ്റഫേഴ്സ് സാധാരണ നമ്മളിങ്ങനെ ഒരു സ്പെഷ്യൽ ടേം വെച്ചിട്ട് പറയുന്നില്ല എന്നാണെങ്കിൽ പോലും നമ്മൾ ഇത് ഡെയിലി ചിലപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മളുടെ ലൈഫിനെ പറ്റി പറയാനായിട്ട് അതിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. ചിലപ്പോൾ തെറാപ്പിയിൽ, വിഷ്വലൈസേഷനിലൊക്കെ അവർ കൂടുതലും നമ്മൾ ഇങ്ങനത്തെ ഒരു ടേം യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റോറി ടെല്ലിങ് പോലെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടാണ് അതിൽ പറയാറ്. ഓക്കെ. അപ്പൊ അതിനെയാണ് ചുരുക്കം നമ്മളൊരു മെറ്റഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായോ? ഒന്നുകൂടി ഇത് ക്ലിയർ ആക്കാമോ? വ്യക്തമായില്ല. ആ, ഇപ്പോ മെറ്റഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമില്ലേ, ആ ഒരു സെയിം കാര്യത്തിന് നമ്മൾ മറ്റൊരു ഇമേജ് കൊടുത്തിട്ട് സംസാരിക്കുന്നതിനെയാണ് ഈ മെറ്റഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, ഒരു ബസ്സില് ഡ്രൈവർ ഇങ്ങനെ ബസ് ഓടിച്ചു പോകുന്ന കാര്യം. അപ്പൊ ബസ്സിന്റെ ഉള്ളിൽ കുറച്ച് പാസഞ്ചേഴ്സ് ഉണ്ട്, അവർ ആ ബസ്സിന്റെ ഉള്ളിൽ ഒച്ച ഉണ്ടാക്കുന്നുണ്ട്, അവർ ഷൗട്ട് ചെയ്യുന്നുണ്ട്, ഡ്രൈവറിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെന്തൊക്കെ ചെയ്താലും ഫൈനലി ആ സ്റ്റിയറിംഗ് ഉള്ളത് ആരുടെ കയ്യിലാ? ആ ഡ്രൈവറിന്റെ കയ്യിലാ. ആ ഡ്രൈവറിന് തീരുമാനിക്കാം ആ ബസ് എങ്ങനെ പോകണം എന്നുള്ളത്. അപ്പൊ ആ ഒരു രീതി നമ്മൾ നേരെ ലൈഫിലേക്ക് നോക്കുമ്പോഴേക്കും അത് നമ്മുടെ ലൈഫായിട്ടുള്ള ഒരു കണക്ഷൻ അല്ലേ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബസ്സിലൂടെ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഇതുപോലെ നമുക്ക് പല ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാം. ചിലപ്പോൾ തോട്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില പേഴ്സൺസ് ആയിരിക്കാം. പക്ഷെ ഇതൊക്കെ എന്ത് വന്നാലും ഫൈനലി ആ ലൈഫ് എങ്ങനെ പോകണം, എങ്ങനെ അത് ഡയറക്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. അതിന്റെ ഒരു മീനിങ് ആണ് ഇവിടെ വന്നിരിക്കുന്ന ഈ ബസ്സും പാസഞ്ചേഴ്സിലും വന്നിട്ടുള്ളത്. അത് മനസ്സിലായോ ആ എക്സാമ്പിള്? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ അതിനെയാണ് നമ്മൾ ഈ മെറ്റഫർ കൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ സ്ക്രീന് ഷെയർ ചെയ്യാം കേട്ടോ. ഞാന് ഫോണിലാണ് ക്ലാസ് കയറിയേക്കുന്നത്. അപ്പൊ ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാവേ.
അപ്പോ നമുക്ക് ഈ മെറ്റാഫേഴ്സ് കൊണ്ടിട്ടുള്ള ഒരു ഗുണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പൊ അവരൊരു കാര്യം ചിലപ്പോ അവർക്ക് അത് കറക്റ്റ് വേയിൽ പറയാൻ അറിയുന്നുണ്ടാവില്ല. ഇപ്പൊ അവര് പറയാ എനിക്ക് എന്തോ തോന്നുന്നുണ്ട്, പക്ഷെ എനിക്ക് അത് എന്താന്ന് മനസ്സിലാവണില്ല. ഇപ്പൊ ഈവൻ ഡോക്ടേഴ്സിന്റെ അടുത്ത് ചില പേഷ്യൻസ് ചെല്ലുമ്പോഴേ അവര് പറയുന്ന കാര്യം ഡോക്ടർ ചോദിക്കും എന്ത് പറ്റി, തലവേദന ആണോ, തലയുടെ ഏത് ഭാഗത്താ വേദന എടുക്കണേ? അപ്പൊ അവര് പറയും അതെനിക്ക് മനസ്സിലാവുന്നില്ല ഡോക്ടർ, എനിക്കത് എവിടെയാണ് വേദനയെന്ന് അറിയാൻ കഴിയുന്നില്ല. അപ്പൊ ഡോക്ടർ പിന്നെയും ചോദിക്കും മുൻവശത്താണോ അല്ലെങ്കിൽ പിൻവശത്താണോ വേദന എടുക്കുന്നത്, എങ്ങനെയാ തോന്നണേ എന്നൊക്കെ ചോദിക്കുമ്പോ അവര് പറയാ എന്തൊരു കല്ലെടുത്ത് എന്റെ തലയിൽ വെച്ച പോലെയാണ് എനിക്ക് തോന്നണേന്നാണ് ആ പേഷ്യന്റ് ആ ഡോക്ടറിനോട് പറഞ്ഞെന്ന് വിചാരിക്കുക. അപ്പൊ ആ ഡോക്ടറിന് അത് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഒരു കല്ലെടുത്ത് വെക്കും എന്ന് പറയുമ്പോൾ ചിലപ്പോ ആ തലയുടെ അവിടെ കുറച്ചൊരു സ്റ്റിഫ്നെസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവാം, ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടാവാം, ഇല്ലെങ്കിൽ ഒരു വെയിറ്റ് വന്ന പോലെ ആയിരിക്കാം. അത് എങ്ങനെ വേണമെങ്കിലും അവർക്ക് ഡോക്ടറിന് മനസ്സിലായിട്ട് ഡോക്ടറിന് വീണ്ടും എന്ത് ചോദിക്കാം, ആ ഒരു പേഷ്യന്റിനോട് തിരിച്ചു ചോദിക്കാം ഇതുപോലെയാണോ തോന്നണേ. അപ്പൊ നമുക്ക് ഒരു ഐഡിയ ഒരു ക്ലയന്റ് നമ്മളോട് പറയുമ്പോ ആ ഐഡിയ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതേ രീതിയിൽ തന്നെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവരനുഭവിക്കുന്ന ഒരു പ്രോബ്ലം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാറുണ്ട്. പിന്നെ ചില ആളുകൾക്ക് ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും, സംസാരിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ അറിയണ്ട, അല്ലെങ്കിൽ അവര് തന്നെ ഒരു മാസ്ക് ചെയ്തിട്ടായിരിക്കും അവര് ജീവിക്കുന്നുണ്ടാവുക. അപ്പൊ ചില സമയത്തെങ്കിലും ഇപ്പൊ നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുമ്പോഴും നമുക്കത് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ ഒരു ഫൈനൽ മെസ്സേജ് പറയാനായിട്ട്. അപ്പൊ പലപ്പോഴും ചില ആളുകൾ എങ്ങനെയാ, എല്ലാവരുടെ മുന്നിൽ ഉള്ളില് കുറെ സങ്കടങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ കോൺഫിഡൻസ് കുറവുണ്ട്, എന്നാലും പുറമേ നോക്കുമ്പോഴേക്കും ഭയങ്കര കോൺഫിഡന്റ് ആണ്, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്നുള്ള രീതിക്കായിരിക്കും പുറത്ത് അവർ നടക്കുന്നുണ്ടാവുക. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലായി ആൾക്ക് എവിടേക്കോ കുറെ സങ്കടങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആള് പുറമെ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്നുള്ളത് ആളുടെ ഒരു ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കാം. അപ്പൊ ഇത് അവരോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അവരതിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ആ ഒരാളെ പേഴ്സൺ അവിടെ ഉണ്ടെങ്കിൽ അതല്ല നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ ചില സമയത്തെങ്കിലും നമുക്ക് അവരോട് പറയാം. നമ്മൾ പുറമെ എങ്ങനെ കാണിക്കുന്നു എന്നുള്ളതല്ല, പക്ഷെ ചില സമയം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ അതേ രീതിയിലാണ് ആ കണ്ണാടി നമുക്ക് കാണിച്ചു തരാം. നമ്മൾ ആ സമയത്ത് എങ്ങനെ പുറമെ കാണിക്കുന്നു, അല്ലെങ്കിൽ ഒരു 4 ആള് കൂടുമ്പോഴേക്കും നമ്മൾ എങ്ങനെയാണ് അവരോട് ബിഹേവ് ചെയ്യുന്ന ആ ഒരു ഫേസ് അല്ല, പക്ഷെ ആ ട്രൂ സെൽഫ് കാണാനായിട്ട് പറ്റും. പക്ഷെ പലപ്പോഴും നമ്മൾ ആ എഴുന്നേറ്റ പാടെ ആ കണ്ണാടി നോക്കാനായിട്ട് മറന്നു പോവാറുണ്ട്. എന്നിട്ട് ആ ഒരു അഡ്മിറേഷൻ അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടാനുള്ള ഓട്ടത്തിൽ നമ്മൾ നമ്മളെ തിരിച്ചറിയാൻ മറന്നു പോകുന്നൊക്കെയുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കമ്പയർ ചെയ്തിട്ട് ആ രീതിയിൽ നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ അവരെ ഡയറക്ട്ലി നമ്മൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പോലും അവർക്ക് ആ ഒരു മെസ്സേജ് അവരിലേക്ക് എത്താനായിട്ട് അത് ഹെൽപ്ഫുൾ ആണ്. പിന്നെ അതുപോലെ അവർക്കൊരു ഇൻസൈറ്റ് കിട്ടാണ്, ഓക്കെ ഇന്നതുപോലെ ഉണ്ടല്ലോ. ഇപ്പൊ എനിക്കും ഇപ്പൊ ഒരു ബസ്സിന്റെ ഒരു കാര്യം പറയുമ്പോ ചിലപ്പോ ഞങ്ങൾ എല്ലാവരും ഈ ഒരു ഫീൽഡായിട്ട് ബന്ധപ്പെട്ടുള്ളവരായത് കാരണം നമുക്ക് ചിലപ്പോൾ അത്രയും ഒരു കണക്ഷൻ തോന്നിയില്ലെങ്കിൽ പോലും നമ്മൾ പുറമേ ഉള്ള ഒരാളോട് ഇങ്ങനെ പറഞ്ഞാൽ ഒരു പക്ഷെ അവരുടെ ലൈഫിലേക്ക് ചിന്തിക്കുമ്പോൾ ഓ ശരിയാണല്ലോ, എന്റെ കയ്യിൽ തന്നെയാണല്ലോ സ്റ്റിയറിംഗ് ഉള്ളത്, അപ്പൊ ഞാൻ തന്നെയല്ലേ തീരുമാനിക്കണ്ടേ എന്നുള്ളൊരു തോട്ട് അവർക്ക് വരാം അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഇൻസൈറ്റ് കൊടുക്കാനൊക്കെ എന്താണ് ഈ മെറ്റാഫേഴ്സ് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ. ഇപ്പോ ചിലപ്പോ പറയില്ല ദേഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഭയങ്കര സ്റ്റോം ഒക്കെ വന്ന പോലെ അത് ഇങ്ങനെ വരും, ഭയങ്കര ഒച്ചത്തില് ഡിസ്ട്രോയിങ് ആയിട്ടൊക്കെ ആയിരിക്കും വരാം, പക്ഷെ അത് കഴിഞ്ഞ് അത് മാറും അല്ലെ. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ആങ്കറിനെ ആ ഒരു രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മെറ്റാഫേഴ്സിനെ നമ്മൾ തെറാപ്പീസിലും കൗൺസിലിങ്ങിലും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ ഇവിടെ ഇമോഷണൽ ആക്ടിവേഷനും സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ തിങ്കിങ്ങും വരുന്നുണ്ട് അല്ലെ. അവർ ആ ഒരു ഫീലിംഗ് മാത്രമല്ല, ശരിക്കും പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ പറയുന്ന സമയത്ത് ആ ഒരു കാര്യത്തിനെ പറ്റി തിങ്ക് ചെയ്യാനും അവർക്ക് പറ്റുന്നുണ്ട്, ഒരേ സമയം ഫീൽ ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ നോൺ ജഡ്ജ്മെന്റൽ ഒബ്സർവേഷൻ ആണ്. അവര് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അത് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ജഡ്ജ് ചെയ്തിട്ടില്ല, നമ്മൾ പൊതുവെ നമ്മൾ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും നമ്മൾ അവരോട് സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നോൺ ജഡ്ജ്മെന്റൽ ഫീൽ കിട്ടാനായിട്ട് അത് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ നമുക്ക് അവർക്ക് അവരുടേതായ രീതി കാണിച്ചു കൊടുക്കാനും ഇൻസൈറ്റ് പ്രൊവൈഡ് ചെയ്യാനും പ്രോബ്ലം സോൾവിങ്ങിനൊക്കെ മെറ്റഫർ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? യെസ് മാം.
ഓക്കെ. പിന്നെ നമ്മള് ഈ മെറ്റഫർ ചൂസ് ചെയ്യുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു കൾച്ചർ അനുസരിച്ച്, ഏജ് അനുസരിച്ചൊക്കെ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. പിന്നെ മെറ്റഫേഴ്സ് നമ്മള് ഇപ്പൊ പൊതുവെ ഇപ്പൊ നമുക്കിപ്പോ 2-3 എണ്ണൊക്കെ അറിയാൻ പറ്റിന്ന് വിചാരിക്കേ. ആ അറിയാവുന്നത് വെച്ചിട്ട് മാത്രം നമുക്ക് എല്ലാ ക്ലയൻസിനും യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലെ? അല്ലെങ്കിൽ എല്ലാവരോടും സംസാരിക്കുമ്പോൾ അത് മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാ, എന്തൊക്കെ മെറ്റഫേഴ്സ് ആണോ കോമൺലി യൂസ് ചെയ്യുന്നത് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ എഴുതി വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അത് എന്നിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ആ ക്ലയന്റിന്റെ നേച്ചർ അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ക്ലയന്റിന്റെ ആ ഒരു കൾച്ചർ, ചിലപ്പോ അവരുടേതായ ആ ഒരു കൾച്ചറിൽ ഏതെങ്കിലും ഒരു സിമ്പിൾ നമ്മൾ പറയുമ്പോൾ അവർക്കത് മറ്റൊരു നെഗറ്റീവ് ഐഡിയ ആണ് അവർക്ക് കൊടുക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് മാറ്റിയിട്ട് വേറെ വേണം ഉപയോഗിക്കാൻ. ഇപ്പൊ ഒരാൾക്ക് ഭയങ്കര ഓവർ തിങ്കിങ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ അയാളോട് ചിലപ്പോ ഈ ബസ്സിന്റെ കാര്യമായിരിക്കും നമ്മൾ ചിലപ്പോ പറയേണ്ടിയിരുന്നത്. പക്ഷെ അതിന് പകരം നമ്മൾ വേറെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയുമ്പോൾ അത് ആളുടെ ഫീലിങ്സ് ആയിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ നമ്മൾ മറ്റെന്തോ ഒരു കഥ പറയുന്ന പോലെ ആയിരിക്കും ആൾക്ക് ആ സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ആ ക്ലയന്റിന് ആവശ്യമായിട്ടുള്ളത് എന്താണോ അതനുസരിച്ചിട്ട് വേണം നമ്മൾ അവിടെ സംസാരിക്കാനായിട്ട്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ക്ലയന്റിനെ ഫസ്റ്റ് ഒബ്സർവ് ചെയ്യുക. എന്താണ് ആളുടെ ഒരു പ്രോബ്ലം, എന്താണ് ആളുടെ ഒരു ഇമോഷൻ എന്താണെന്നുള്ളത് ഫസ്റ്റ് നമ്മൾ അവിടെ എന്ത് ചെയ്യാണ്, ഒബ്സർവ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ജെന്റ്ലി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഈ പറഞ്ഞതൊക്കെ എനിക്ക് കേൾക്കുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ബോട്ടിൽ യാത്ര ചെയ്യില്ലേ, കുറേ വേവ്സ് ഒക്കെ ഉള്ള, അതുപോലെയാണല്ലോ ഫീൽ ചെയ്യണേ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അപ്പൊ ആ രീതിയിൽ അവരുടെ പ്രോബ്ലം ഒക്കെ, ഇമോഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കി നമുക്കിത് സംസാരിക്കാൻ സ്യൂട്ടിങ് ആയിട്ടുള്ള ക്ലയന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പതുക്കെ ജെന്റ്ലി അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക പറഞ്ഞതിന് ശേഷം. ഇപ്പൊ ഞാൻ ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞിട്ട് എന്താ ചെയ്തേ, നിങ്ങളോട് ഞാൻ ചോദിച്ചു അല്ലെ, എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അതിൽ ഓരോരുത്തരും അത്രയും മനോഹരമായിട്ടുള്ള മറുപടിയാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ആ ഒരു കാര്യത്തിനെ കണ്ടപ്പോൾ അതിൽ പല മീനിങ്ങും വന്നു അല്ലെ? അപ്പൊ അതേപോലെ നമ്മൾ ആ ക്ലയന്റിനോട് അത് സംസാരിച്ചതിന് ശേഷം ഒന്ന് പോസ് ചെയ്തിട്ട് അവരുടെ ഒരു റിഫ്ലക്ഷൻ എന്താണ് എന്നുള്ളതിന് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അപ്പൊ ക്ലയന്റിന്റെ റിഫ്ലക്ഷൻ എപ്പോഴും ആ ക്ലയന്റ് ഫേസ് ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കും വരുന്നത് അല്ലെ? അപ്പൊ എന്നിട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് ക്ലയന്റും തെറാപ്പിസ്റ്റും ഒരുമിച്ചിരുന്ന് എന്ത് ചെയ്യുക, അതിന്റെ ഒരു മീനിങ് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുക, അതൊരു ആക്ഷനിലേക്ക് ലിങ്ക് ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ ആക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് തെറാപ്പീസ് ആയിരിക്കും. നമ്മളിപ്പോ ഇവിടെ തെറാപ്പീസിന്റെ കാര്യം പറയുന്നില്ല, മെറ്റഫേഴ്സ് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത്, ഏതൊക്കെ മെറ്റഫേഴ്സ് യൂസ് ചെയ്യാം, എങ്ങനെയാ പറയുന്നതെന്നുള്ളതാണ്. അപ്പൊ ഒരിക്കലും മെറ്റഫർ എന്ന് പറഞ്ഞാൽ തെറാപ്പിസ്റ്റിന്റെ ഒന്നും പകരമായിട്ട് ഉപയോഗിക്കുന്നതല്ല. നമുക്ക് അതിന്റെ ഉള്ളില് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ചില വേർഡ്സ്, ചില സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്സ് അതൊക്കെയാണ് ഇതിലും വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ആ ഒരു ക്ലയന്റിന്റെ പ്രോബ്ലം നമ്മൾ ഒബ്സർവ് ചെയ്തു. എന്നിട്ട് നമ്മൾ ആലോചിക്കുകയാണ്, ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം ആൾക്ക് പറയാം, ഈ മെറ്റഫർ ആളുടെ ലൈഫായിട്ട് കുറച്ചും കൂടി എന്താ പറയാ സ്യൂട്ട് ആവുന്നുണ്ട്. ചിലപ്പോ ആദ്യത്തെ പ്രാവശ്യം അയാള് കൗൺസിലിങ്ങിന് വന്ന സമയത്ത് ആള് സംസാരിക്കുന്നുണ്ട്, നമ്മള് അസസ്മെന്റ് ഒക്കെ എടുത്തു, ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തു. അതിനുശേഷം നമുക്കിത് പറയാനായിട്ട് കിട്ടിയില്ല എന്ന് വിചാരിക്കും. നമ്മളപ്പോ ഒരു അനാലിസിസ് പോലത്തെ ഒരു സ്റ്റേജിലാണല്ലോ. അതിനുശേഷമുള്ള ഒരു സെഷനിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആൾക്കൊരു വിഷ്വലൈസേഷൻ ആണ് നമ്മൾ പറഞ്ഞിരിക്കണേന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്തായാലും ഒരു സ്ക്രിപ്റ്റ് അതിനുള്ളത് തയ്യാറാക്കും ഇല്ലേ? ഇപ്പൊ ബോഡി സ്കാൻ ആണെങ്കിലും റിലാക്സേഷൻ തെറാപ്പി ആണെങ്കിലും വിഷ്വലൈസേഷൻ ആണെങ്കിലും അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് തെറാപ്പി ആണെങ്കിലൊക്കെ നമ്മൾ നേരത്തെ ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കുക, അല്ലെങ്കിൽ എന്തൊക്കെ ചോദിക്കണം, എങ്ങനെയാണ് അവരെ ഡൈവേർട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് നമ്മൾ നേരത്തെ, ഏത് തെറാപ്പി ആണെങ്കിലും മുൻകൂട്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമല്ലോ. ആ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവര് ആദ്യത്തെ ദിവസം നമ്മളോട് വന്നപ്പോ എന്തൊക്കെയാണോ സംസാരിച്ചത് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന് റെലവെന്റ് ആയിട്ടുള്ള ഒരു മെറ്റഫർ നമ്മൾ ചൂസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഒരു സെഷൻ അവർ വരുമ്പോഴേക്കും ഡെലിവർ ചെയ്താലും മതി. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇതിൽ ആദ്യമായിട്ടാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഒക്കെ വരില്ലേ. അപ്പോൾ ആ കൺഫ്യൂഷൻ വേണ്ട, നമുക്ക് കുറച്ച് ദിവസം കിട്ടുന്നുണ്ട് അതിന് പ്രിപ്പയർ ചെയ്യാൻ. എന്നിട്ട് ആ റെലവെന്റ് ആയിട്ടുള്ള ഒരു മെറ്റഫർ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ആ വിഷ്വലൈസേഷൻ ചെയ്യുന്നതിന്റെ ആ ഇടയ്ക്കുള്ള ടൈമിൽ നമുക്കിത് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വിക്ടിം ആണെന്ന് വിചാരിക്കേ, ഒരു ട്രോമ ബോണ്ടിങ്ങിൽ ആയിട്ടുള്ള ഒരു NPD വിക്ടിം ആണെന്ന് കരുതാം.
അപ്പൊ ആൾക്ക് കൊടുക്കുന്ന ഒരു സ്ക്രിപ്റ്റില് ഏറ്റവും അവസാനം ഈ ഒരു രീതിയിലാണ് നമ്മൾ പറയുന്നതെന്ന് ജസ്റ്റ് കരുതുക. ആളുടെ ചുറ്റും ഒരു റോപ്പ് ഇങ്ങനെ ഫുള്ളി ടൈറ്റ് ആയിട്ട് ആളുടെ ചുറ്റും ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. ഈ ചുറ്റലിന്റെ ഉള്ളിലാണ് ആളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കണേ. പക്ഷെ ആ ചുറ്റിയിരിക്കുന്ന കയറെന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ കയറാ. അപ്പൊ ചില സമയത്ത് അത് ഊരണമെന്നുണ്ട്, പക്ഷെ വീണ്ടും നമ്മൾ അവിടെ പോസ് ചെയ്ത് നിൽക്കുക, അത് ഊരണോ വേണ്ടേ, കാരണം അത് ഇതുകൊണ്ട് ഉണ്ടാക്കിയതാണ്, അപ്പൊ എനിക്ക് അതങ്ങനെ ചെയ്യുന്നത് ശരിയാണോ, കാരണം അത് വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതല്ല എന്നാണെങ്കിൽ അങ്ങനെ ആയിരുന്നു നമ്മളുടെ ലൈഫ്. പക്ഷെ ഇപ്പോ ഈ ഒരു സമയം നിങ്ങളുടെ കയ്യിൽ ഒരു കത്രിക കിട്ടാണ്, അല്ലെങ്കിൽ ഒരു കത്തി കിട്ടാണെന്ന് വിചാരിക്കുക, ഒരു കട്ടർ കിട്ടാണ്. ഇത് വെച്ചിട്ട് നിങ്ങൾ ആ ഓരോ റോപ്പ് നിങ്ങളുടെ ശരീരത്തിൽ ആ വലിഞ്ഞു മുറുകുന്ന ആ ഒരു കയറിന്റെ ഓരോ ഭാഗമായിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് തുടങ്ങിയേക്കാണ്. ആദ്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങളുടെ കാലിന്റെ അവിടെ ചുറ്റിയിരുന്ന ആ ഒരു കയറിന്റെ ഭാഗമായിരുന്നു. മെല്ലെ ഓരോ ഭാഗവും കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും നിങ്ങൾക്കൊരു എന്താ പറയാ, ഒരു റിലാക്സേഷൻ കിട്ടിയെന്നോ, അല്ലെങ്കിൽ അതിൽ നിന്ന് ചെറിയ രീതിയിൽ നമുക്ക് പുറത്തു വരാൻ പറ്റിയെന്നോ, ഇപ്പോഴാണ് ഒരു ശ്വാസം എടുക്കാൻ പറ്റിയതെന്നോ, ആ രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു വിഷ്വലൈസേഷന്റെ ഇടയിൽ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. അതിനുശേഷം അവരത് കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന സമയം നമ്മൾ അത് വെച്ചിട്ട് ചോദിക്കുക, ആ പറഞ്ഞ സമയത്ത് എന്താണ് മനസ്സിൽ വന്നത്, അതിന്റെ ഒരു എങ്ങനെയാണ് അതിന്റെ ഒരു മീനിങ് എങ്ങനെയാ ഫീൽ ചെയ്തത് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് അവരോട് ചോദിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, മാം ഒരു ഡൗട്ട് ആയിക്കോട്ടെ. ചോദിച്ചോ. നമ്മളിപ്പോ ഒരു ക്ലയന്റ് വന്ന് നമ്മൾ CBT ചെയ്യുന്നതിന്റെ ഇടയിലാണോ മാം ഈ പറഞ്ഞ ഒരു സംഭവം നമ്മൾ ചെയ്യല്ലേ? അതിന്റെ ഇടയിൽ നമ്മളിങ്ങനെ ഒരു അവർക്കനുസരിച്ച് എന്താണോ അങ്ങനെ കൊടുക്കലാണോ? അതെ അതെ. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഏത് തെറാപ്പി ആണെങ്കിലും ഇപ്പൊ നമ്മള് അവർക്ക് കൊടുക്കുന്ന തെറാപ്പി ഏതാണ് ചൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു തെറാപ്പീന്റെ സ്റ്റെപ്പ് അനുസരിച്ച് നോക്കുമ്പോൾ എവിടെയാണോ നമുക്കിത് യൂസ് ആക്കാൻ പറ്റണേ അവിടെ നമുക്കിത് യൂസ് ചെയ്യാം. ചിലപ്പോ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല, അവരോട് സംസാരിക്കുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ ചില തോട്ട്സ് ചാലഞ്ച് ചെയ്യുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ റീസ്ട്രക്ചർ ചെയ്യാനോ ആ ടൈമിലൊക്കെ ഇത് യൂസ് ചെയ്യാം. നമ്മൾ കൊടുക്കുന്ന തെറാപ്പിയിൽ ആ ഒരു സ്റ്റെപ്സിൽ എവിടെ നമുക്കിത് പറയാൻ പറ്റാന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്നിട്ട് അവിടെ നമ്മൾ ഈ ഒരു മെറ്റഫർ രീതിയിൽ നമുക്ക് അതിനെ ഡെലിവർ ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഇതിൽ തന്നെ പല ടൈപ്സ് ഓഫ് മെറ്റഫേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ 2-3 പറഞ്ഞെങ്കിലും ഇതിൽ തന്നെ ടൈപ്സ് വരുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജേർണി ബേസ് ചെയ്തിട്ട് വരും, നേച്ചറിനെ ബേസ് ചെയ്തിട്ട് വരും, പിന്നെ അതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബോഡി ബേസ് ചെയ്തിട്ട് വരും. അങ്ങനെ പല രീതിയിലുള്ള മെറ്റഫേഴ്സ് ആണ് ഉള്ളത്. അതില് ജേർണി മെറ്റഫേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിനൊരു ജേർണി ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, നമ്മുടെ ലൈഫിനെ തന്നെ ഒരു ജേർണി ആയിട്ട് കാണാം, അല്ലെങ്കിൽ ആ ഒരു ജേർണിയിൽ വരുന്ന പ്രോഗ്രസ് എന്താണ്, ട്രാൻസിഷൻ എന്താണ്, ആ രീതിയിൽ നമ്മൾ ഒരു ജേർണി പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വഴി. ഓക്കെ, ഒന്നല്ലെങ്കിൽ നമ്മളൊരു യാത്ര ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു പാത്ത് പോലെ ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യണേ, ആ ഒരു പ്രോബ്ലത്തിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ചേഞ്ച് വരുത്താനും ആങ്സൈറ്റി ആൻഷ്യസ് തോട്ട്സ് വരുന്ന സമയത്തും റിക്കവറി, കരിയർ ഡിസിഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് കൂടുതലും അവരോട് സംസാരിക്കാൻ നല്ല ഒരു മെറ്റഫറിന്റെ ഒരു സെലക്ഷൻ എന്ന് പറയുന്നത് ജേർണി ബേസ് ചെയ്തിട്ടോ ഒരു പാത്ത് ബേസ് ചെയ്തിട്ടോ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ആപ്റ്റ് ആയിരിക്കും എന്നാണ് പറയണത്. ഇപ്പൊ ഇത് നമ്മൾ ടൈപ്സ് ആണ് പറയണേ, ഇതിന്റെ ഉള്ളിൽ ഒരു ജേർണി ബേസ് ചെയ്തിട്ട് നമുക്ക് തന്നെ പ്രിപ്പയർ ചെയ്ത് എടുക്കാം മെറ്റഫേഴ്സ് ഒക്കെ. നമുക്ക് അവരുടെ ഒരു അവരെ അനുഭവിക്കുന്ന ഒരു സ്റ്റേജ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏതാണോ നമുക്ക് അതിന് അനുയോജ്യമായിട്ട് തോന്നുന്ന ഒരു മെറ്റഫർ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോ നമ്മളിപ്പോ എന്താ, ഒരാള് ഒരു ശീലത്തിൽ ഇങ്ങനെ അകപ്പെട്ടു പോയി എന്ന് വിചാരിച്ചോ. അപ്പോ അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു കരയില് നിൽക്കുന്ന ഒരാള്, അവിടെ ആൾക്ക് കുറെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ആള് വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതാണ് എനിക്ക് ഏറ്റവും പറ്റിയ സ്ഥലം. ആള് നോക്കുമ്പോ ആൾക്കൊരു പാലം കാണാൻ പറ്റുന്നുണ്ട്, അടുത്ത ഒരു കരയിലേക്ക് പോകാനുള്ള ഒരു പാലം കാണാം. പക്ഷെ ആൾ ഇതുവരെയും ആ ഒരു പാലത്തിലൂടെ പോയിട്ടില്ല, കാരണം ആളുടെ മനസ്സിലുള്ള ഒരു
കാര്യം എന്ന് പറഞ്ഞാൽ ഈ കരയിലാണ് എനിക്ക് വേണ്ട എല്ലാം ഉള്ളത്. ഇവിടെ എനിക്ക് സമാധാനമുണ്ട്. ഇവിടെ എനിക്ക് പല കാഴ്ചകളും കാണാം. പക്ഷെ ചില സമയത്ത് ആൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു ആ ഒരു കരയിൽ പെട്ടുപോയ ഒരാളെ പോലെ നമുക്ക് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പറഞ്ഞെന്ന് വിചാരിച്ചോ. അങ്ങനെ ഒരു ദിവസം ആ ഒരാള് ആ ഒരു പാലത്തിന്റെ ഇതുവരെയും കേറാത്ത ഒരു പാലാണ്. എന്നാലും കുറെ ആയല്ലോ ഈ പാലം ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് അപ്പുറത്തേക്ക് പോണമെന്നില്ല. എന്നാലും ഇവിടെ നിന്ന് എത്തി നോക്കിയേക്കാം എന്ന് പറഞ്ഞ ആൾ ആ പാലം കേറി തുടങ്ങി. അങ്ങനെ കുറച്ചെത്തി ആള് നോക്കുന്നുണ്ട്. അപ്പൊ ഒന്നും കാണാൻ പറ്റുന്നില്ല. കാരണം പാലത്തിന്റെ അറ്റം കുറച്ചധികം നടക്കാനുണ്ട്. ആളങ്ങനെ കുറച്ചായിട്ട് ഓരോ ദിവസവും വന്ന് ട്രൈ ചെയ്ത് നോക്കും. പോവണ്ട, എന്നാലും ഇങ്ങനെ ബാക്കിലേക്ക് എന്തോ വലിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ദിവസം ആള് വിചാരിച്ചു എനിക്ക് തിരിച്ചു വരാലോ, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി നോക്കി. അപ്പൊ അവിടെ ഉള്ള കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതിലും മനോഹരമായിട്ടുള്ളതായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇയാൾ ഈ പഴയ കരയിൽ നിർത്തിവെച്ച കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ചിലപ്പോൾ ചില ആളുകളായിരിക്കാം, ചില തീരുമാനങ്ങളായിരിക്കാം, ചില അഡിക്ഷൻസ് ആയിരിക്കാം. പക്ഷെ അതൊക്കെ അയാൾ അവിടെ ട്രാപ്പ് ചെയ്ത് വെച്ചതാണെന്നുള്ളത് ആൾ ആ പുതിയ ലൈഫിലേക്ക് വന്നപ്പോഴാണ്, അല്ലെങ്കിൽ ആ പുതിയ കരയിലേക്ക് വന്നപ്പോഴാണ് ആൾക്കത് മനസ്സിലായത്. അപ്പൊ ഇങ്ങനത്തെ സ്റ്റോറീസ് നമ്മൾ പറഞ്ഞു ഒരു പാത്താണല്ലോ ഒരു കരയിൽ നിന്ന് അടുത്ത കരയിലേക്കുള്ള ഒരു ബ്രിഡ്ജ്. അപ്പോ അതില് ആൾക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ, ആ ഒരു ഇതില് നമുക്ക് ചിലപ്പോ ചില കാര്യങ്ങൾ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതല്ല, അതിന്റെ അപ്പുറം നമുക്ക് വേറെ കുറെ കാഴ്ചകളും നമുക്ക് വേണ്ട കുറെ കാര്യങ്ങളും വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ ഒരു പ്രതീക്ഷ കൊടുക്കില്ല. ഇപ്പൊ കരിയർ ചൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ അതിന് പറഞ്ഞു കൊടുക്കുക, ഏത് കോഴ്സ് എടുക്കണം എന്നറിയില്ല, ഏത് സ്ട്രീം എടുക്കണം എന്നറിയില്ല, അല്ലെങ്കിൽ റിക്കവറി ആണ്. ഇവിടെ തന്നെ ഈ ആ ഒരു പഴയ കരയിൽ തന്നെ കുറെ ആളടിക്കുമായിരുന്നു, ആൾ ഉപദ്രവിക്കും, ആളുടെ മേത്തൊക്കെ ഇങ്ങനെ ചോര വരും, എന്നിട്ടും ആൾ അവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ പതുക്കെ ആള് പാലത്തിൽ നിരങ്ങി അപ്പുറം എത്തിയപ്പോഴേക്കും ആ മുറിവുകളൊക്കെ എന്താ പറയാ ഹീലായി, ആളൊരു പുതിയ മനുഷ്യനെ. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ജേർണി റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റഫേഴ്സ് അല്ലെങ്കിൽ ഒരു പാത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഈ ജേർണി അല്ലെങ്കിൽ പാത്ത് മെറ്റഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ അവരുടെ ഒരു പ്രോബ്ലത്തിനെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു ജേർണി ആയിട്ടോ, അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു പാത്തായിട്ടോ, പുതിയൊരു വേൾഡിനെ എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ടോ ആ രീതിയിലായിരിക്കും. അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ്. ആദ്യം കുറച്ച് എത്തുമ്പോൾ കുറച്ച് നമ്മൾ പുരോഗമിച്ചു, പിന്നെയും കുറച്ചും കൂടി കയറി വരികയാണ്. ഒരു മല കയറുമ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി, പിന്നെ കുറച്ചും കൂടി കയറിയപ്പോൾ ഇത്രയും കൂടി സ്പീഡിൽ ചെയ്യാൻ പറ്റി. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ഒക്കെ കുറച്ച് പ്രയാസമാണെങ്കിലും അവസാനം ആ ടോപ്പിൽ എത്താൻ പറ്റി എന്നൊക്കെ രീതിയിൽ പറയില്ല. അതൊരു ഇതൊക്കെ വരുന്നത് ഈ ജേർണി മെറ്റഫറിലാണ്. ഓക്കെ, മനസ്സിലായോ? യെസ് മാം. ഓക്കെ, ആർക്കെങ്കിലും ഒരു എക്സാമ്പിൾ പറയാമോ? ചെറിയ രീതിയിൽ ജേർണി മെറ്റഫർ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ഇവിടെ തെറ്റും ശരി അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടേതായ രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് മനസ്സിലാവുന്ന ഷെയർ ചെയ്യാവോ? ആരെങ്കിലും ഉണ്ടോ പറയാൻ? ഞാന് ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് വരുന്ന ക്ലയൻസിനോട് പറയാറുണ്ട്, ഇപ്പം മിക്ക ആൾക്കാര് കുറെ ഈ നെഗറ്റീവ് തോട്ട്സ് അവരുടെ മൈൻഡിൽ കാണും. അത് കാരണം അവർക്ക് മുന്നോട്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർക്ക് ആ ഗോൾസ് ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മുന്നോട്ട് ഒരു പ്രോഗ്രസ് കാണുന്നില്ല അവർ. അപ്പൊ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ മൈൻഡിൽ വരുന്ന ഈ നെഗറ്റീവ് തോട്ട്സിനെ ഒരു അവരൊരു റേസിൽ നിൽക്കുന്ന പോലെ, ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുന്ന പോലെ കരുതുക. എന്നിട്ട് അവരുടെ ഈ നെഗറ്റീവ് തോട്ട്സിനെ ഒരു എന്താ പറയുക, അവരുടെ ബോഡി ഒരു വലിയൊരു റോപ്പിൽ ഇങ്ങനെ കെട്ടിവെച്ചേക്കുന്ന പോലെ. അപ്പൊ ഈ റോപ്പാണ് അവരുടെ പാസ്റ്റ് മെമ്മറീസ് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് ആൻഡ് ഇമോഷൻസ് ആണ്. അത് അവര് ഒരു തൂണിലോ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കെട്ടിവെച്ചേക്കുന്നത്. അപ്പൊ അത് കാരണം അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, അവർക്ക് അവരുടെ ലൈഫിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഗ്രോത്ത് കാണുന്നില്ല, ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ഇതെല്ലാം നേടിയെടുക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് ഈ പാസ്റ്റ് മെമ്മറീസ് അല്ലെങ്കിൽ ട്രോമ ഇതൊക്കെ വിട്ട് അവർക്ക് പുറത്തോട്ട് വരാൻ പറ്റുന്നില്ല. അതാ ആ ഒരു എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇങ്ങനെ. അപ്പൊ അത് കുറെ ആൾക്കാർക്ക് ഇങ്ങനെ കുറെ മനസ്സിലാവുന്നുണ്ട്. നമ്മള് ഉദ്ദേശിക്കുന്നത് പാസ്റ്റ് ലൈഫിനെ അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസിനെ നമ്മൾ ലെറ്റ് ഗോ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, ആ പ്രോഗ്രസ് നമ്മുടെ ലൈഫിൽ വരുള്ളൂ. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, താങ്ക് യു.
ഓക്കെ. ഇപ്പോ നമ്മള് ജേർണി ബേസ് ചെയ്തിട്ടുള്ള മെറ്റഫേഴ്സ് ആണ് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഒരു പാത്ത് വന്ന പോലെ പറയാം, ഇല്ലെങ്കിൽ ഒരു ജേർണി അങ്ങനെ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ ചിലപ്പോ ചിലര് പറയും ഈ എന്താ, ചിലപ്പോ ഈ പാത്തിലായിരിക്കും അവരുടെ പ്രശ്നം നിൽക്കാന്ന് വിചാരിക്കുക. അപ്പൊ അവര് തെരഞ്ഞെടുത്ത ഇതിലേക്ക് പോകാനായിട്ട് അവർക്ക് എന്തൊക്കെയോ ഒരു ഡിസ്റ്റർബൻസ് ഇടയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, ആ ഒരു പാലത്തിന്റെ നടുക്ക് ഭാഗത്ത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്താ കുറച്ച് ഡിസ്ട്രക്ഷൻ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ഒരു വേയില് ഇപ്പോഴും നടക്കാനായിട്ടുള്ള ഒരു സ്ഥലം അവിടെ അവൈലബിൾ ആണ്, അങ്ങനെ പോവാന്നുള്ള രീതിയിൽ അവര് പറയുന്ന ആ ഒരു കാര്യത്തിനെ നമ്മൾ എന്ത് ചെയ്യാ, ആ മാക്സിമം നമ്മളുടേതായ രീതിയിൽ ഒരു പോസിറ്റീവ് നോട്ടിൽ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ പ്രോബ്ലംസ് റിഫ്ലക്ട് ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണോ? അതെ. ഓക്കെ. നെക്സ്റ്റ് ആണ് നേച്ചർ ആയിട്ട് റിലേറ്റ് ചെയ്ത മെറ്റഫേഴ്സ്. അപ്പൊ നേച്ചർ മെറ്റഫേഴ്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഇവിടെ നേച്ചറിന്റെ എലമെന്റ്സ് ആയിരിക്കും ഇവിടെ എടുക്കുന്നുണ്ടാവുക. ഇപ്പൊ നമ്മള് വെതറിനെ പറയില്ലേ, പൊതുവെ ഇപ്പൊ തെറാപ്പി സൈഡ് ഒന്നും നോക്കണ്ട, അതല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പറയില്ലേ, ഓ ആ ആളുണ്ടല്ലോ ഈ മറ്റേ സീസൺ പോലെയാണ്, ഇടക്ക് ഇങ്ങനെ ഇടക്ക് അങ്ങനെ, അല്ലെങ്കിൽ മറ്റേ എന്താ ഭയങ്കരമായിട്ട് വെയിലത്ത് പോയ എങ്ങനെ ഉണ്ടാവും അതേ രീതിയിലാണ് ആളുടെ പെരുമാറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതും ഒരു രീതിയിൽ ആ ഒരു ആളുടെ സ്വഭാവം മറ്റൊരു ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നേച്ചർ മെറ്റഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേച്ചറിന്റെ എലമെന്റ്സ് വെച്ചിട്ടായിരിക്കും ഇവിടെ നമ്മൾ സംസാരിക്കുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പൊ ഒരു ഇമോഷൻസ് റൈസ് ചെയ്യും, അത് പാസ് ആവുന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്റ്റോം ആയിട്ട് പറയാം. പിന്നെ അതുപോലെ എന്ത് ചെയ്യാ, ഒരു എന്താ പറയാ, നമുക്ക് കുറെ തോട്ട്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒരു പുഴ പോലെയാന്ന് പറയാം. എല്ലാത്തിലും നമ്മൾ ഈ പുഴയിലാണ് നമ്മളുടെ തോട്ട്സ് എന്ന് വിചാരിക്കുക, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനർത്ഥം നമ്മൾ ആ പുഴയിലേക്ക് ചാടണം എന്നില്ല. നമുക്ക് വേണമെങ്കിൽ ആ പുഴയുടെ ആ ഒരു സൈഡിൽ ഇരുന്ന് അതിങ്ങനെ പോകുന്നത് നമുക്ക് വാച്ച് ചെയ്തുകൊണ്ടിരിക്കാം. നമ്മൾ അതിലേക്ക് ജമ്പ് ഇൻ ചെയ്യണ്ട, നമുക്ക് അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കാം എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് പറയാം. ഇല്ലെങ്കിൽ ഇപ്പോ ഒരു പ്ലാന്റിനെ പോലെ, ഓക്കെ, ഒരു ചെടി ആദ്യം നടാണ്, അത് പതുക്കെ ഓരോ സ്റ്റെപ്പിലാണ് അതിന്റെ പ്രോഗ്രസ് വരാം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നേച്ചർ റിലേറ്റഡ് ആണെങ്കിൽ ഒരു വിക്ടിമിന് ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്തൊരു കാര്യമായിരുന്നു എന്ന് വെച്ചാ, ഒരു പൂവ്, ആ പൂവ് ഇങ്ങനെ വളർന്ന നല്ല ഭംഗിയുള്ള ഒരു പൂവായിരുന്നു. ആ പൂവ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ പൂവിന് ചുറ്റും ഒരു മുള്ളിന്റെ ചെടി ഇങ്ങനെ ചുറ്റും വന്നു. അപ്പൊ ആദ്യം പൂവിന് ഇങ്ങനെ വിചാരിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചെടി എന്നെ രക്ഷിക്കാനായിട്ടുള്ളതാണ്. ഓക്കെ, കാരണം മുള്ളുണ്ട്, അപ്പൊ മുള്ളുള്ളത് കൊണ്ട് തന്നെ എന്നെ ആക്രമിക്കാൻ ആരും വരില്ല, ഞാൻ സേഫ് ആണ്, ബാക്കിയുള്ളവരായിരിക്കും അത് ആക്രമിക്കുന്നുണ്ടാവുക, എന്റെ സേഫ്റ്റിക്ക് വേണ്ടി വന്നതാണെന്നാണ് ആ പൂ കരുതിയത്. അപ്പൊ പൂ ഭയങ്കര ഹാപ്പി ആയി, കാരണം ആൾക്ക് ഇതുവരെ കിട്ടാത്ത ഒരു കാര്യമായിരുന്നു അത്. കുറച്ചു ദിവസം പോകെ പോകെ പതുക്കെ ഈ മുള്ള് കുറച്ചും കൂടി ടൈറ്റ് ആയിട്ട് ഈ പൂവിനെ ചുറ്റാൻ തുടങ്ങി. പൂ വിചാരിച്ചു, കുഴപ്പമില്ല, അത് ഇപ്പോഴും എന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കാന്നാണ് ആ പൂവിന്റെ വിചാരം. അങ്ങനെ പിന്നീട് ആയപ്പോഴേക്കും ആ പൂവിന് വേദനിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ആ പൂവിന്റെ നിറം മങ്ങാൻ തുടങ്ങി. പക്ഷെ എന്നാലും പൂവ് വിചാരിച്ചുകൊണ്ടിരിക്കണേ ഇപ്പോഴും എന്നെ ആ മുള്ള് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് കരുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ ഒരു കാറ്റ് വീശാണ്. കാറ്റ് വീശിയ സമയത്ത് ആ മുൾച്ചെടി അതിന്ന് പോയി. ആ പൂവിൽ ചുറ്റിരിക്കുന്ന മുൾച്ചെടി ആ പൂവിൽ നിന്ന് വിട്ടിട്ടത് പോയി. പോയ സമയം ആ പൂവിന് സങ്കടമായി, കാരണം എന്നെ സുരക്ഷിതമാക്കിക്കൊണ്ടിരുന്ന ആ ഒരു മുൾച്ചെടി എന്നെ വിട്ടുപോയി എന്നുള്ള സങ്കടം ആ പൂവിനുണ്ടായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം നോക്കുമ്പോ ആ പൂവിന്റെ ആ ഒരു നിറം തിരികെ വരാൻ തുടങ്ങി. നേരത്തെ ആ മുള്ളിനെ പേടിച്ച് ആ പൂവിനെ കാണാൻ ആരും വരുന്നുണ്ടായിരുന്നില്ല. അവർ ഓരോരുത്തരായി ചിത്രശലഭങ്ങളും തുമ്പികളൊക്കെ വരാനായിട്ട് തുടങ്ങി. ആ മങ്ങിയ നിറം തിരിച്ചു കിട്ടാൻ തുടങ്ങി. എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ ഈ ഒരു സ്റ്റോറി ഒരു വിക്ടിമിന് പറഞ്ഞു കൊടുത്തൊരു ഇതായിരുന്നു. കാരണം ആ ഒരു ട്രോമയിൽ നിൽക്കുന്ന സമയത്ത്, ആ ഒരു ഹസ്ബൻഡിന്റെ കാര്യങ്ങളൊക്കെ സഫർ ചെയ്യുന്ന സമയത്ത് ആൾക്ക് അപ്പോഴും അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അത് ആ ലിമിറ്റ് എക്സീഡ് ചെയ്തിട്ടും ആൾക്ക് അത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഈ രീതിയിൽ പറഞ്ഞപ്പോ എന്ന് വെച്ചാൽ വേറെ എന്തൊക്കെ സംസാരിച്ചിട്ടും ആള് അധികം നമ്മളോട് ഓപ്പൺ അപ്പ് ഒന്നും ആവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു കാര്യം പറഞ്ഞ ശേഷമാണ് ആൾക്ക് പിന്നെയും ആ ഒരു എന്താണ് അതിൽ സംഭവിക്കുന്നതെന്നുള്ളത് മനസ്സിലായത്.
ഓക്കെ, അപ്പൊ അത് ഈ നേച്ചർ റിലേറ്റഡ് ആയിട്ടായിരുന്നു പറഞ്ഞല്ലേ, നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മെറ്റഫർ ആണ് നമ്മൾ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ജേർണി ടൈപ്പ് ഉണ്ട്, പിന്നെ ഉള്ളതാണ് ഈ നേച്ചർ കൈൻഡ് ഓഫ് മെറ്റഫേഴ്സ്. മനസ്സിലായോ? യെസ് മാം. ഓക്കെ, പിന്നെ ഉള്ളതാണ് കണ്ടെയ്നർ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റഫേഴ്സ് ഉണ്ട്. അപ്പൊ ജേർണി മെറ്റഫേഴ്സ് അത് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് തെറാപ്പിയിൽ പറയാ. ജേർണി മെറ്റഫേഴ്സ്, പിന്നെ നേച്ചർ മെറ്റഫേഴ്സ് ഉണ്ട്, പിന്നെ ഇത് കണ്ടെയ്നർ മെറ്റഫേഴ്സ് ആണ്. അപ്പൊ കണ്ടെയ്നർ മെറ്റഫേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളുടെ ആ ഒരു ഇമോഷൻസ് ഒക്കെ സിംബലൈസ് ചെയ്യുന്നത് ഒബ്ജക്ട്സ് ആയിട്ടായിരിക്കും. ഓക്കെ, ചില ഒബ്ജക്ട്സ് ആയിട്ടായിരിക്കും നമ്മൾ ഇമോഷൻസ് ഒക്കെ സിംബലൈസ് ചെയ്ത് പറയുന്നുണ്ടാവാം. ഇപ്പോ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ അവര് പറയാണ് ഞാനിങ്ങനെ ജീവിക്കുന്നുണ്ട്, പക്ഷെ എങ്ങനെയാ തോന്നണേന്ന് അറിയോ, എന്റെ മുതുകത്ത് ഞാനൊരു വലിയൊരു ബാഗ് തൂക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അവർക്ക് പറ്റുന്ന ബാഗല്ലേ തൂക്കുക, പക്ഷെ ഞാൻ തൂക്കിയിരിക്കണ ബാഗിന് ഭയങ്കര കനാ, ഞാൻ അതിങ്ങനെ വലിച്ചാണ് നടന്നുകൊണ്ടിരിക്കണേ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചെന്താ പറയാം, ഓക്കെ ആ ബാഗ് വലിച്ചുകൊണ്ടാണല്ലോ നടക്കണേ, നമുക്ക് പതുക്കെ അതിലെ സാധനങ്ങളൊന്ന് കുറച്ച് കൊണ്ടുവന്നാലോ, അപ്പൊ അത് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് നടക്കാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതേ രീതിയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പൊ കുറച്ചും കൂടി കണ്ടെയ്നർ അല്ലെങ്കിൽ ഒബ്ജക്ട്സ് റിലേറ്റഡ് ആയിട്ടായിരിക്കും ഇവിടെ പറയാ. ഇപ്പൊ ദേഷ്യാണെങ്കിൽ നമ്മള് ദേഷ്യമൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഈ രീതിയിലൊന്ന് കണ്ടു നോക്കിയെന്ന് പറയാം, നമ്മൾ ദേഷ്യമൊക്കെ ഒരു ബോക്സിന്റെ ഉള്ളിലേക്ക് നമ്മൾ മാറ്റി വെക്കുന്ന പോലെ. ഓക്കെ, നമുക്ക് ഈ ബോക്സ് ഒരു സ്ഥലത്തെത്തുമ്പോൾ ഒരു സേഫ് ആയിട്ടുള്ള മറ്റാരും ഇല്ലാത്ത സമയത്ത് നമുക്ക് അതിനെ ഓപ്പൺ ചെയ്യാം, ആ ഇമോഷൻസിനെ പുറത്തെടുക്കാം. പക്ഷെ നമ്മൾ ഇത് കറക്റ്റ് ആയിട്ട് മൂടി വെക്കാതെ, നമ്മൾ ആങ്കർ ഒക്കെ ഇതിൽ സ്റ്റോർ ചെയ്ത് മൂടി വെക്കാതെ നമ്മൾ ആ ഒരു അറ്റത്തേക്ക് പോകുന്ന സമയം ഈ ബോക്സിന്റെ ഉള്ളിൽ നിന്ന് ഇതിങ്ങനെ ഓരോ ആളുകളിലേക്കും അത് പുറത്തേക്ക് വരാൻ തുടങ്ങും. ആ വരുന്ന സമയത്ത് ആ ആളുകളിനെ അത് ബാധിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിനേക്കാളും നല്ലത് നമ്മൾ ഈ ബോക്സ് ഒരു സേഫർ സ്പേസിൽ കൊണ്ട് വെക്കാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഒബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടായിരിക്കും ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ. അല്ലെങ്കിൽ ഒരു ടൂൾ ബോക്സിൽ കുറെ കാര്യങ്ങളുണ്ട്, പക്ഷെ നമുക്ക് ആ ഒരു ബോക്സ് തുറക്കാൻ പറ്റിയിട്ടില്ല. അത് തുറന്നു കഴിയുമ്പോൾ നമുക്ക് ഇപ്പൊ ആവശ്യമായിട്ടുള്ള ആ ഒരു ടൂൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ബോക്സ് തുറക്കാനുള്ള ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാന്നുള്ളതാ. അത് നമ്മളിപ്പോ അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കുന്നതായിരിക്കാം ആ ഒരു ടൂൾ ബോക്സ് തുറക്കാനുള്ളതിന്റെ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഉള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ട് കണ്ടെയ്നേഴ്സ്, ഒബ്ജക്ട്സ്, ടാൻജിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പറയുന്ന ഒരു മെത്തേഡാണ് ഈ ഒബ്ജക്റ്റ് മെറ്റഫേഴ്സ് അല്ലെങ്കിൽ കണ്ടെയ്നർ മെറ്റഫേഴ്സ് എന്ന് പറയണേ. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി. ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, പിന്നെ ഉള്ളതാണ് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഗ്രോത്ത്. ഇതില് ആരെങ്കിലും ഉണ്ടായിരുന്നോ ആർട്ട് തെറാപ്പി ക്ലാസ്സിന്? ഇതില് ആരും ഉണ്ടായിരുന്നില്ല. നമുക്ക് ആർട്ട് തെറാപ്പിന്റെ അഡൾട്ടിന്റെ ക്ലാസ് ഉണ്ടായിരുന്നേ. അപ്പൊ ഓഫ്ലൈനും ഓൺലൈൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് വരുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്, എന്ന് വെച്ചാൽ സിംബോളിക് ആയിട്ട് നമ്മൾ ആർട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്കുള്ളതിൽ വേറെയാണ്, അഡൾട്ട്സിനുള്ള രീതി വേറെയാണ്. അപ്പൊ അതിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഒരു ടെക്നിക്ക് ഞാൻ ജസ്റ്റ് പറയാം. എന്ന് വെച്ചാൽ നമ്മളൊരു പേപ്പർ എടുക്കും, ഭയങ്കര ചെറുതായിട്ട് നമ്മളൊരു പേപ്പറിനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് ആ പേപ്പറിൽ നമ്മൾ അനുഭവിക്കുന്ന നമ്മളുടെ പ്രോബ്ലംസ് ഇല്ലേ, ആ പ്രോബ്ലംസ് എഴുതാൻ പറയും. ചെറിയൊരു സ്ട്രിപ്പ് ഓഫ് പേപ്പർ എടുത്തിട്ട് ഏറ്റവും കുഞ്ഞ് ഹാൻഡ് റൈറ്റിംഗിൽ അത് എഴുതി നമ്മൾ ആ പേപ്പറിന്റെ രണ്ട് വശത്തും എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ പതുക്കെ ചുരുട്ടി ഭയങ്കര ചെറുതാക്കിയിട്ട് അതിന്റെ ചുറ്റും ക്ലേ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം അവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ പൊതുവെ നമ്മൾ ഫസ്റ്റ് പറയുന്ന ഒരു കാര്യം ഒരു ബട്ടർഫ്ലൈനെ മേക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് എന്താണോ ഫീൽ ചെയ്യണേ ആ രീതിയിൽ അവർക്ക് മേക്ക് ചെയ്യാം. അപ്പൊ ശരിക്കും അതിന്റെ ഒരു പേരെന്ന് പറയുന്നത് കൊക്കൂൺ ടു വിങ്സ് എന്നാണ് അതിനെ പറയാ. കൊക്കൂൺ ടു വിങ്സ് എന്നുള്ള ഒരു ടെക്നിക്കാണ് ആർട്ടില്. അപ്പൊ ഈ പേപ്പർ ഇതിന്റെ ഉള്ളിലായിരിക്കും. ഈ പേപ്പറിന്റെ പുറമെ നമ്മളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈനെ നമ്മൾ അവിടെ ക്ലേ വെച്ചിട്ട് ചെയ്തെടുക്കാന്ന് കരുതാം. അത് ഇപ്പൊ നമ്മൾ ക്ലാസ്സസിലാകുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കറക്റ്റ് ആയിട്ട് ആ ഒരു പേഴ്സൺ അത് ഫീൽ ചെയ്യണമെന്നില്ല. പക്ഷെ നമ്മൾ അതൊരു തെറാപ്പി സൈഡിൽ കൊടുക്കാന്ന് കരുതാം. അപ്പൊ തെറാപ്പിയിൽ കൊടുക്കുന്ന സമയത്ത്, ഇപ്പൊ ആർട്ട് തെറാപ്പിയിലാണെങ്കിൽ നമ്മൾ അത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ പേഴ്സണോട് പറയാണ്, ഈ ഒരു ടൈമില്
ആയിട്ട് ബന്ധമുള്ളവർക്കാണ് കുറച്ചും കൂടി അത് ആപ്റ്റ് ആവുള്ളൂ കേട്ടോ. കാരണം സിംബോളിക് വേയിൽ അവർ ചെയ്യുന്നല്ലേ. അപ്പൊ നമ്മൾ അവരോട് പറയണം, ഈ സമയം നിന്റെ വെറീസിനൊക്കെ നീ എഴുതി ഇതിന്റെ ഉള്ളിൽ നീ വെച്ചിട്ടുണ്ട്. ഇതിന് ചുറ്റും നിങ്ങളൊരു പുതിയ ഒരു വേറെ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം നിങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഒരു ബട്ടർഫ്ലൈനെയാണ് ചെയ്തെങ്കിൽ ആ ഒരു ബട്ടർഫ്ലൈനെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും നമ്മളുടെ തോട്ട്സ് എന്ത് തന്നെ ആണെങ്കിലും നമുക്ക് അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ ആണ്. നമുക്ക് എന്ത് ട്രോമ നമ്മൾ ഫേസ് ചെയ്തു, അല്ലെങ്കിൽ എന്ത് പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കുന്ന, നമ്മളെ മോട്ടിവേഷനെ ബാധിക്കുന്ന, നമ്മളെ ഐഡന്റിറ്റീനെ ബാധിക്കുന്ന എന്ത് കാര്യമാണ് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ ആണ്. ഓക്കെ, അതല്ലാന്നാണെങ്കിൽ നമ്മളുടെ ഒരു ട്രൂ ആയിട്ടുള്ള സെൽഫ് മറ്റുള്ളവർക്ക് വേണ്ടി ഹൈഡ് ചെയ്ത് വെക്കേണ്ടതല്ല, നമ്മൾ അത് പുറമെ കാണിക്കാനുള്ളതാണ്. അല്ലെങ്കിൽ അവിടെ നമ്മളുടെ സ്ട്രെങ്ത് ഉണ്ട്, ആ സ്ട്രെങ്ത്തിനെ തിരിച്ചെടുക്കാനായിട്ട് പോവാണ്. ആ വെറീസ് ഇപ്പോ ആ സ്ട്രെങ്ത്തിന്റെ ഉള്ളിലുള്ള ഒരു ചെറിയ കാര്യം മാത്രം, നമ്മൾ അതിന്റെ പുറമെ ആണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എന്നൊക്കെ രീതിയിൽ നമ്മൾ അതിലൊരു ടെക്നിക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഇപ്പൊ മെറ്റഫേഴ്സിൽ നമ്മളിവിടെ ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ മെറ്റഫേഴ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോ ആ ഒരു ബട്ടർഫ്ലൈ, ആ കുക്കൂണിന്ന് ബട്ടർഫ്ലൈ ആവുന്ന അപ്പൊ ഒരു ഗ്രോത്ത് ആണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. പിന്നെ അതുപോലെ ഇപ്പൊ ഒരു ബ്രോക്കൺ ആയിട്ടുള്ള ഒരു ചെറിയൊരു പാത്രം ഫുള്ള് ബ്രോക്ക് ആയെന്ന് വിചാരിക്കുക, ഒരു ഗ്ലാസ്. അപ്പൊ അത് തിരികെ വെച്ചാലും ആ ഒരു പഴയ ഭംഗി കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് കീറിപ്പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു ഇതായിപ്പോയി, പക്ഷെ അത് തിരികെ വെക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് അവിടെ കുറച്ചും കൂടി വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം വെച്ചെടുത്ത് ഫില്ല് ചെയ്യാന്ന് കരുതാം. ഒരു നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോ വാല്യൂ ആയിട്ട് തോന്നിയത് ഗോൾഡ് ആണെന്ന് വിചാരിക്കുക. ആ ഗോൾഡ് വെച്ചിട്ട് നമ്മൾ അതിന്റെ ഇടയിൽ നമ്മൾ അതിനെ പെർഫെക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ എപ്പോഴും ഇങ്ങനെ ഒരു കാര്യം ബ്രേക്ക് ആയി പോയാലും അത് അതേ രീതിയിൽ എടുക്കണം എന്നുള്ളതല്ല, നമുക്ക് അതിനേക്കാളും നല്ല രീതിയിൽ പുറത്തേക്ക് എടുക്കാൻ പോസിബിൾ ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ പീസസിനൊക്കെ നമുക്ക് സ്ട്രോങ് ആയിട്ട് വെക്കാൻ പറ്റും, ട്രാൻസ്ഫോർമേഷൻ പോസിബിൾ ആണ്, അവിടെ ഗ്രോത്ത് പോസിബിൾ ആണ് എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് കൊടുക്കാം. ഇപ്പൊ ചിലത് പറയണം എന്ന് തന്നെ ഇല്ല, ചില സ്ഥലത്ത് എഴുതിയിരിക്കുന്ന ചിലപ്പോ റൈറ്റിംഗ് ആയിരിക്കാം. ഇപ്പൊ ഒരു റൈറ്റിംഗ് ഞാൻ വായിച്ചത് ഇങ്ങനെയായിരുന്നു, എന്താ ഇപ്പൊ എല്ലാവരും എന്റെ ഡിസെന്റ് ആണ് കണ്ടത്, നൗ സീ മീ റൈസ് ലൈക്ക് എ ഫീനിക്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വേർഡിങ് കണ്ട് മാത്രം കുറെ പേർക്ക് അതൊരു മോട്ടിവേഷൻ ആയിട്ടുണ്ട്. കാരണം ഓക്കെ, അപ്പൊ എന്റെ ഡിസെന്റ് ഡേയ്സ് ആയിരുന്നു ഇതൊക്കെ, പക്ഷെ ഇനി ഞാനൊരു ഫീനിക്സിനെ പോലെ ഉയരണം. ഓക്കെ, അപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് അവിടെ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് മെറ്റഫർ ടൈപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ട്രാൻസ്ഫോർമേഷൻ മെറ്റഫർ? ക്ലിയർ ആണ് മാം. ഓക്കെയാണോ? ഓക്കെ, പിന്നെ ഉള്ളതാണ് കോഗ്നിറ്റീവ് മെറ്റഫേഴ്സ്. അപ്പോ ഇവിടെ നമ്മൾ നമ്മളെ തന്നെ ചില സമയത്ത് ഈ തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിങ്ങനെ എല്ലാവരുടെ മുന്നിൽ അഭിനയിച്ച് നടന്ന് ശരിക്കുമുള്ള ഞാൻ ആരാന്നൊക്കെ മനസ്സിലാവാത്ത ഒരു രീതിയിലൊക്കെ പോകാനുണ്ട്. അപ്പൊ ഇവിടെ പറയുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ജഡ്ജ്മെന്റ്സ് ഇല്ലാതെ നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്യുക. നമ്മുടെ തോട്ട്സ് എന്താണോ, നമ്മളുടെ ഫീലിങ്സ് എന്താണോ, അതൊക്കെ കറക്റ്റ് ആയിട്ട് ഇവിടെ ഒബ്സർവ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലയൻസിന് ഒബ്സർവ് ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഇതില് വരുന്നത്. അപ്പോ എന്താ, ഒരു മിററിനെ പോലെ നമ്മളുടെ ഫീലിങ്സ് ഒക്കെ ഈ സമയം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഒന്നും ചെയ്യാതെ ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ ട്രൂ ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് അല്ലേ നമുക്ക് കാണാൻ പറ്റുക, വേറെ ഫിൽറ്റർ ഒന്നും ഇല്ലാതെ. അപ്പൊ അതേപോലെ നമ്മളുടെ ഫീലിങ്സ് എന്താണെന്നുള്ളത് ഈ ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ വിഷ്വലൈസേഷനിൽ പറയാണ്, ഒരുപാട് പേരുടെ മുന്നിൽ നീ കുറേ സന്തോഷിച്ചും ഒരുപാട് ഫേക്ക് ചെയ്ത് മാസ്ക് ചെയ്തിട്ടൊക്കെയാണ് നീ ജീവിച്ചുകൊണ്ടിരുന്നതെന്ന് കരുതുക, അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് വിചാരിക്കുക. പക്ഷെ ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിൽ ഒരു കണ്ണാടി ഉണ്ട്. ഈ ഒരു കണ്ണാടിയിലേക്ക് നിങ്ങൾ നോക്കുന്ന ഈ ഒരു ടൈമില് നിങ്ങൾ എന്താണോ, എങ്ങനെയാണോ എന്നുള്ളത് മുഴുവനും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു മാസ്ക് ചെയ്ത ആ ഒരു പേഴ്സന്റെ പേര് പറയാ, മാസ്ക് ചെയ്ത ആ ഒരാളല്ല, ഇപ്പോ ആ ഒരു ട്രൂ ആയിട്ടുള്ള നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഉള്ള പേടി എന്താണോ, നിങ്ങളുടെ ഫീലിങ്സ് എന്താണോ, തോട്ട്സ് എന്താണോ, ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ ഒന്നും
ഇല്ലാതെ ഈ സമയം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അറിയാൻ സാധിക്കുന്നുണ്ടെന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ അവരെ തന്നെ റിഫ്ലക്ട് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറയാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം എന്താ ഹിഡൻ ആയിട്ടുള്ള ഇഷ്യൂസ്. നമ്മൾ എപ്പോഴും ഇപ്പൊ ഒരു ഐസ്ബർഗ് കാണുമ്പോൾ അതിന്റെ മുകളിലത്തെ ഭാഗമായിരിക്കും കാണുന്നുണ്ടാവുക, പക്ഷെ അതിന് താഴെയുള്ള ഭാഗങ്ങളിൽ ചിലപ്പോൾ കുറച്ചൊക്കെ ഡിസ്ട്രാക്ട് ആയി പോയിട്ടുണ്ടാവാം, ഇന്നറില് വേറെ ചിലപ്പോൾ ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പൊ അതേപോലെയാണ്, ഒരു ഐസ്ബർഗ് പോലെയാണ്. പുറമേ നോക്കുമ്പോഴേക്കും സർഫസിൽ നമ്മൾ കാണിക്കുന്ന ബിഹേവിയർ ഉണ്ടാവും, ചിലപ്പോൾ അത് സ്മൂത്ത് ആയിരിക്കും, പക്ഷെ ഡീപ്പർ ആയിട്ട് മറ്റ് ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടാവാം. ഇല്ലെങ്കിൽ നമ്മൾ സ്കൈ ആണെന്ന് കരുതാ, നമ്മളൊരു ആകാശമാണ്, ആകാശത്തിൽ മേഘങ്ങളുണ്ട്, മേഘങ്ങൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കാം, പക്ഷെ എന്തൊക്കെ ആയാലും ആ ആകാശം തന്നെയാണ് വലുത് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അവയർനെസ് കൊടുക്കുന്ന പോലെ അവരുടെ തന്നെ ഒരു സ്ട്രെങ്ത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവരെ തന്നെ മനസ്സിലാക്കാനോ അവരുടെ ഫ്ലോസ് എന്താണെന്ന് അവരെ തന്നെ തിരിച്ചറിയാനോ ആ രീതിയിൽ ഉപയോഗിക്കുന്നതാണ് ഈ കോഗ്നിറ്റീവ് മെറ്റഫേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെയാണ് മാം. ഓക്കെ. പിന്നെയാണ് അഡ്വെഞ്ചർ അല്ലെങ്കിൽ പ്ലേ റിലേറ്റഡ് എന്ന് പറയുന്നത്. ഇവിടെ ഗെയിംസ് ഒക്കെ ആയിരിക്കും ഇവിടെ ചെയ്യുന്നുണ്ടാവുക. ഇപ്പോ ഒരു എന്താ പറയാ, ടഗ് ഓഫ് വാർ ആയിട്ടാണ് നമ്മൾ പറയുന്നതെന്ന് വിചാരിക്കും, വടംവലി ആ രീതിയിൽ ഒരു പ്ലേ റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മൾ വിചാരിക്കാം നമ്മൾ ഒരു ഭാഗത്തുണ്ട്, നമ്മളുടെ ചിന്തകളും ഒരു ഭാഗത്തുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഭയങ്കരമായിട്ട് വരുന്ന ഡിസ്ട്രാക്ടിങ് തോട്ട്സ് ഒക്കെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ആ ഒരു ടീമാണ് നിൽക്കുന്നത്, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഈ ടീമിലും. അങ്ങനെ വടംവലി സ്റ്റാർട്ട് ചെയ്തു. വടംവലി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഇവിടെ വലിക്കും, അവരവിടെ വലിച്ചുകൊണ്ടിരിക്കും. ഞാൻ എത്ര സ്ട്രോങ്ങിലാണോ ഇങ്ങോട്ട് വലിക്കാൻ നോക്കണേ, അവർ അത്രയും സ്ട്രോങ്ങിൽ തിരിച്ച് അങ്ങോട്ട് അതെന്താ വലിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ ഒരു പോയിന്റില് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ, നിങ്ങളെ കൈ ആ ഒരു റോപ്പിന് നിങ്ങളെ കൈ വിട്ട് കഴിഞ്ഞാൽ അവരവിടെ വീഴും, പക്ഷെ നിങ്ങൾ അത് ചെയ്യാത്തോണ്ടാ ഇല്ലേ? അപ്പൊ നമ്മൾ ഈ വടം വലിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് പുൾ ചെയ്യുന്നതനുസരിച്ച് തന്നെ അവരും അങ്ങോട്ട് പുൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒരു മൊമെന്റ് നമ്മളെ കൈ ഒന്ന് വിട്ട് കഴിഞ്ഞാൽ ആ തോട്ട്സ് അങ്ങനെ അവിടെ പോകും, അവിടെ നമ്മളായി അവിടെ വിന്നർ. ആ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്ലേ റിലേറ്റഡ് ആയിട്ട് വേണമെങ്കിൽ പറയാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മളൊരു ട്രഷർ ഹണ്ട് പോലെ തന്നെയാണ് നമ്മുടെ ലൈഫ് എടുത്ത് നോക്കിയേ. ആ ട്രഷർ എവിടെയാണെന്നുള്ളത് നിങ്ങൾ ശരിക്കും ചിലപ്പോൾ അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. ആ ട്രഷേഴ്സ് നിങ്ങളുടെ ലൈഫിൽ ഇത്ര വരെയുള്ള നിങ്ങളുടെ ലൈഫിൽ എവിടേക്കാണ് നിങ്ങൾക്ക് ട്രഷേഴ്സ് കിട്ടിയെന്നുള്ളത് സ്വയം ഒന്ന് മനസ്സിലാക്കി നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിൽ വേണമെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ നമ്മൾ എത്ര ലോസ്റ്റ് ആയാലും നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും കറക്റ്റ് വേ കാണിച്ചു തരുന്ന ഒരു കോമ്പസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മാപ്പ് ഉണ്ട്. ആ മാപ്പ് എപ്പോഴും നമ്മൾ കറക്റ്റ് വഴിയിലായിരിക്കും നടത്തുക, പക്ഷെ അത് നമ്മൾ ബാക്കി ഡിസ്ട്രാക്ഷൻസ് കാരണം കാണാതിരിക്കരുത്. അപ്പൊ ആ രീതിയിൽ അഡ്വെഞ്ചർ റിലേറ്റഡോ പ്ലേ റിലേറ്റഡ് ആയിട്ടോ പറയുന്നതിനാണ് ഈ അഡ്വെഞ്ചർ മെറ്റഫേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ് മാം, ക്ലിയർ ആണ്. ഓക്കെ. പിന്നെ ബോഡി ബേസ്ഡ് ആയിട്ടുള്ള മെറ്റഫേഴ്സ് ആണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കല്ലെടുത്ത് നെഞ്ചിൽ വെച്ച പോലെ ഉണ്ടെന്ന്, അതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യുന്ന ചിലതാണ് നമ്മളെ ചുറ്റും ഒരു ടൈറ്റ് നോട്ട് നമ്മളെ ചുറ്റും ചുറ്റിയിരിക്കുന്ന പോലെ. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം അവരുടെ പ്രശ്നം നമുക്ക് ആ രീതിയിൽ പറയാം. നിങ്ങളുടെ ചുറ്റും ആ ഒരു എന്താ കയറ് വെച്ചിട്ട് നമുക്കൊരു നോട്ട് ഇട്ട പോലെ, നമ്മൾ കെട്ടിയിട്ട പോലെയാണ് തോന്നുന്നത്, പക്ഷെ ഈ ഒരു സമയം പതുക്കെ നിങ്ങൾ അതിനെ ലൂസൺ ചെയ്യണം. ഓരോ ശ്വാസവും നിങ്ങൾ എടുക്കുന്ന സമയം ആ ഒരു റോപ്പിന്റെ എത്രത്തോളം ടൈറ്റ് ആയിട്ടാണോ നിങ്ങളുടെ ചുറ്റും ചുറ്റിയിരിക്കുന്നത് അത് പതുക്കെ ലൂസ് ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം അവരുടെ ആ ഒരു പ്രോബ്ലം റിലേറ്റഡ് പറഞ്ഞിട്ട് വേണമെങ്കിൽ അവർക്കൊരു ഹീലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റഫറും കൂടി അതിന്റെ കൂടെ യൂസ് ചെയ്യാം. പിന്നെ നമ്മളെ ചെസ്റ്റിന്റെ അവിടെ ഒരു ചെയിന് ഉള്ള പോലെ തോന്നണം, അപ്പൊ അത് ബ്രേക്ക് ചെയ്യുന്ന പോലെ പറയാം. പിന്നെ സ്റ്റോൺ, ഒരു ചെസ്റ്റിൽ ഒരു സ്റ്റോൺ, അത് തന്നെ കറക്റ്റ് ആയിട്ട് അവരെ കൊണ്ട് വിഷ്വലൈസ് ചെയ്യിപ്പിക്കുക. നിങ്ങളിപ്പോ ഇത്രയും നാള് നിങ്ങളുടെ നെഞ്ചിന്റെ അവിടെ ഒരു വലിയൊരു പാറക്കല്ല് വെച്ചിട്ടാണ് നടന്നത്, അത് പതുക്കെ ഈ ഒരു സമയം, ഇപ്പൊ വിഷ്വലൈസേഷൻ ആണെങ്കിൽ പതുക്കെ ഈ സമയം നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് അതിനെ മെല്ലെ. ഇത്രയും നാള് നിങ്ങൾ അതിനെ പൊക്കി മാറ്റാനായിട്ട് ശ്രമിച്ചിട്ടില്ല, അത് വെച്ച് എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരുന്നത്. അത് വെച്ചിട്ട് എത്രത്തോളം എനിക്ക് മുമ്പോട്ട് പോവാം, അത് ഞാൻ സഹിക്കും, അതിന്റെ കൂടെ ഞാൻ ജീവിക്കും എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ഒരു സമയം ആ ഒരു വെയിറ്റിനെ മെല്ലെ എടുത്ത് നിങ്ങൾ
മാറ്റി വെക്കുകയാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ പറയാം. അപ്പൊ ബോഡി ബേസ്ഡ് ആകുമ്പോഴേക്കും ഇങ്ങനെ ഓരോ ബോഡി റിലേറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ പറയാ. ഇപ്പൊ നമ്മൾ തലയുടെ ഒരു ഭാഗത്ത് ഒരു ഹെൽമെറ്റ്, ഭയങ്കര ടൈറ്റ് ആയിട്ട് ഒരു ഹെൽമെറ്റ് തലയിൽ ഇരിക്കുന്ന പോലെയാ. അപ്പൊ ഭയങ്കരമായിട്ട് പ്രഷർ തന്നെ ഉണ്ട്. പക്ഷെ അപ്പൊ അതൊക്കെ ആ ഒരു ഹെൽമെറ്റിനടുത്തൊന്ന് റിമൂവ് ചെയ്ത് നോക്കിയാൽ അത് ഒബ്ജക്ട് മെറ്റഫറിലും വരും. പിന്നെ ആ ഒരു തലയുടെ ഭാഗം പറയുന്നതുകൊണ്ടാണ് ഈ ബോഡി മെറ്റഫറിൽ അത് വരുന്നത് കേട്ടോ. അപ്പൊ ഒരു പ്രഷർ റിമൂവ് ചെയ്യുന്നതായിട്ട് പറയാം. ഇല്ലെങ്കിൽ കുറെ വയർ ഇങ്ങനെ ടാങ്കിൾഡ് ആയിട്ട് കിടക്കാണ്. അപ്പൊ ആ വയറിനെ നമ്മൾ വീണ്ടും അതിന്ന് പുറത്തേക്ക് പുതിയ പുതിയ മാർഗങ്ങൾ അന്വേഷിക്കുമ്പോൾ ഇത് അൺടാങ്കിൾഡ് ആവണില്ല, അത് ഇപ്പോഴും ടാങ്കിൾഡ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പൊ അതിന് ഓരോന്ന് എടുത്തിട്ട് ആ ടാങ്കിൾഡ് ആയിട്ടുള്ളത് എവിടേക്കാണെന്ന് നോക്കി ഓരോന്നായിട്ട് അൺടാങ്കിൾ ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കാൻ പറയാം. പിന്നെ ഹെവി ബാക്ക് പാക്ക്, നേരത്തെ പറഞ്ഞു ഹെവി ബാക്ക് പാക്ക് ആണെങ്കിൽ അത് നമ്മൾ എവിടെയെങ്കിലും ഇറക്കി വെക്കുന്ന പോലെ, അല്ലെങ്കിൽ ഷോൾഡേഴ്സിൽ ഭയങ്കരമായിട്ട് വെയിറ്റ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ലോഡിനെ ലിഫ്റ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന പോലെ. ഓക്കെ, ചിലപ്പോ നമ്മൾ തന്നെ ആയിരിക്കും അതിനെ ലിഫ്റ്റ് ചെയ്ത് വെക്കുക. ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അത്രയും ഡിയർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആ ഒരു ലോഡ് എടുത്ത് ലിഫ്റ്റ് ചെയ്ത് മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ രീതിയിൽ. ഇല്ലെങ്കിൽ നമ്മളുടെ കാലയിൽ ഒരു വലിയൊരു ഒരു സാൻഡ് ബാഗ് നമ്മളുടെ കാലയിൽ ടൈ ചെയ്ത് വെച്ച പോലെയാണ്. നടക്കുമ്പോ ഒരു വലിച്ചിലുണ്ട്, ഒരു ഭാരമുണ്ട് കാലില്. അപ്പൊ പതുക്കെ അതിനെ അൺടൈ ചെയ്യുന്നതായിട്ട് തോന്നാം. അപ്പൊ ബോഡി റിലേറ്റഡ് ആയിട്ട് ഉള്ള രീതിയിൽ മെറ്റഫർ പറയുന്നതിനെയാണ് ഈ ബോഡി മെറ്റഫേഴ്സ് എന്ന് പറയാം. ഇപ്പൊ നമ്മൾ സ്പ്രിങ് പോലെ കോയിൽഡ് ആയിട്ടാണ് നിൽക്കുന്നത്, ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ സ്ട്രിങ്സ് കട്ട് ചെയ്യുന്നതായിട്ടും ഓരോന്നെ നമ്മൾ പീസ് ബൈ പീസ് റിമൂവ് ചെയ്യുന്നതായിട്ടും അങ്ങനെയുള്ളതൊക്കെയാണ് ഈ ബോഡി മെറ്റഫേഴ്സിൽ വരാം. പിന്നെ ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിപ്പോ ഒരു ഫ്രോസൺ ആയ പോലെയാന്ന് വിചാരിക്കേ, ഭയങ്കര ഫ്രോസൺ ആയിട്ട് ഒരു പുഴ പോലെയാണ്, അല്ലെങ്കിൽ നമ്മൾ ബോഡി ഫ്രോസൺ ആയിട്ടാണ് നമുക്ക് തോന്നണേ. അതിൽ നിന്ന് പതുക്കെ വീണ്ടും ഒഴുകാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഒരു മുറിയില് പുറത്ത് സൺലൈറ്റ് ഉണ്ടെന്ന് ആരോ പറഞ്ഞ് നമുക്ക് അറിയാം. പക്ഷെ നമ്മൾ ഈ കർട്ടനൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് ഒന്ന് എഴുന്നേറ്റ് നോക്കാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്, നമ്മൾ എഴുന്നേക്കുന്നില്ല. പക്ഷെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് ആ വെട്ടം അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. അപ്പൊ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അവർ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്ന് ആ ഒരു ജനലയുടെ അടുത്ത് വന്ന് ആ ഒരു കർട്ടൻ നീക്കി, അപ്പൊ ചെറിയ രീതിയിൽ ആ പ്രകാശം അവരുടെ മുഖത്ത് സ്പർശിച്ചു, പിന്നെ കുറച്ചും കൂടി ആ ഒരു കർട്ടൻ മാറ്റിയിട്ടു. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു ഡിസ്ക്രിപ്ഷൻ ഒക്കെ നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി മാം. ഓക്കെ, അപ്പൊ നമ്മള് ജേർണി മെറ്റഫർ പറഞ്ഞു, പിന്നെ നേച്ചർ, കണ്ടെയ്നർ, പിന്നെ ബോഡി ബേസ്ഡ്, അഡ്വെഞ്ചർ പ്ലേ. അപ്പൊ ഇത്രയും മെറ്റഫേഴ്സ് ആണ്. നമ്മൾ ടൈപ്സ് ഓഫ് മെറ്റഫേഴ്സ് നോക്കുമ്പോൾ ഈ രീതിയിലാണ് അതിനെ ഡിവൈഡ് ചെയ്ത് വരിക. മെയിൻ ഗ്രൂപ്പിംഗ് വരിക ഈ രീതിയിലാണ്. നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം, ഇതിൽ നമുക്ക് ഓരോരുത്തരുടെയും ക്ലയന്റിന്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള മെറ്റഫേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇതിൽ നമ്മൾ ഫസ്റ്റ് ഈ ബോഡി ബേസ്ഡ് ആകുമ്പോൾ നമ്മൾ ചോദിക്കും എവിടെയാ ബോഡിയുടെ എവിടെയാ ഫീൽ ചെയ്യണേ. അപ്പൊ അവർ പറയുന്നത് എപ്പോഴും ഈ നടുവിന്റെ ഒരു ഭാഗത്താണ്, ചിലപ്പോ എനിക്ക് ടെൻഷൻ വരുമ്പോൾ നടുവിന്റെ ഭാഗത്ത് ഒരു വിങ്ങല് പോലാണ് തോന്നുന്നെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഒരു ഇത് ഇരിക്കുന്ന പോലെ അതിനെ പതുക്കെ അവിടെ നിന്ന് മാറ്റുന്ന പോലെ ഒരു റിലാക്സേഷൻ ഇമാജിറി ഒക്കെ നമുക്ക് കൊടുക്കാം. എന്നിട്ട് അവർക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അപ്പൊ ഈ മെറ്റഫേഴ്സ് യൂസ് ചെയ്തിട്ട് വിഷ്വലൈസേഷൻ കൊടുക്കുക. അതിനുശേഷം അവർക്ക് എങ്ങനെയാ ഫീൽ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ചോദിക്കാം. ഓക്കെ, സെയിം ആണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ക്ലയന്റിന്റെ ഇമോഷൻ ഐഡന്റിഫൈ ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ അവിടെ ആ റെലവെന്റ് ആയിട്ടുള്ള മെറ്റഫർ ചൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ അത് ഡെലിവർ ചെയ്യുക. എങ്ങനെയാണ് അവർക്ക് ഇതിനെ തോന്നുന്നത്, അവരുടെ ഒരു റിഫ്ലക്ഷൻ എന്താന്ന് പറയാ. എന്നിട്ട് അതെന്ത് ചെയ്യുക, ആ തെറാപ്പീന്റെ ഗോളിന്റെ അടുത്തേക്ക് ഡയറക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ കോപ്പിംഗ് സ്ട്രാറ്റജീസിന് വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. ഇനി ചില ആളുകൾക്ക് ഉള്ള എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മെറ്റഫർ യൂസ് ചെയ്യുമ്പോഴേക്കും അവരുടെ ആ ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കില്ല ചിലപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അവിടെ യൂസ് ആവില്ല. അല്ലെങ്കിൽ അവർക്ക് വേണ്ടതായിരിക്കില്ല ചിലപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത് അറിയാത്തതുകൊണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ മെറ്റഫേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു എഫക്റ്റ് ഉണ്ടാവില്ല. പിന്നെ ട്രോമനെ ട്രിഗർ ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും, അവർക്ക് ഓൾറെഡി എന്തെങ്കിലും ഒരു കാര്യം റിലേറ്റഡ് ആയിട്ട്, ഇപ്പൊ നമ്മൾ ഈ പാലത്തിൽ നിന്ന് ഇപ്പുറത്തേന്ന് അപ്പുറത്തേക്ക് പോകുന്നത് ഇമാജിറി ആയിട്ട് പറയാൻ വിചാരിച്ചെന്ന് കരുതുക. പക്ഷെ ഇവർക്ക് വന്നിരിക്കുന്ന ട്രോമ, ഇവര് ആ ഒരു പാലത്തിലൂടെ പോയപ്പോ വന്നൊരു ആക്സിഡന്റ് ആണെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ
തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ സ്റ്റാർട്ടിങ് നമ്മൾ ജസ്റ്റ് ഇത് പറഞ്ഞിട്ട് തുടങ്ങാലോ എന്ന് കരുതി അങ്ങനെ പറയുമ്പോൾ വീണ്ടും അവർക്ക് ട്രിഗർ ആവത്തല്ലേ ഉള്ളൂ. അപ്പൊ അത് നോക്കിയിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. പിന്നെ കൾച്ചറൽ സെൻസിറ്റിവിറ്റി നോക്കുക. അവർ ബിലോങ് ചെയ്യുന്ന ഒരു കൾച്ചർ അല്ലെങ്കിൽ അവരുടെ ഒരു റിലീജിയസ് പരമായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും അവരുടെ റിലീജിയനിൽ സിംബോളിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിനെ നമ്മൾ മറ്റു രീതിയിൽ പറയാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അത് അവരത് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയുന്നത് അതേ രീതിയിൽ അവർക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പൊ അവിടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ഡെലിവർ ആവില്ല. അപ്പൊ കൾച്ചറൽ സെൻസിറ്റിവിറ്റി ഒരു എക്സെപ്ഷൻ ആണ്. പിന്നെ ചില ആളുകൾ ലിറ്ററൽ തിങ്കേഴ്സ് ആയിരിക്കും. ഇപ്പോ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അവർക്ക് മനസ്സിലായില്ല. അവർ നമ്മൾ പറയുന്നത് അതേ രീതിയിൽ ഓരോ വേർഡ് ബൈ വേർഡ് ആയിരിക്കും അവര് അതിന്റെ മീനിങ് നോക്കുക. അതല്ലാതെ ഇതിന് ഇങ്ങനത്തെ തരത്തിലുള്ള ഒരു മീനിങ് ഉണ്ടെന്ന് ചിലപ്പോ അവർക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്നില്ല. അപ്പൊ അതൊക്കെയാണ് ഇതിൽ വരുന്നൊരു എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞ. അപ്പൊ മെറ്റഫേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ക്ലയന്റിന്റെ തോട്ട്സ് ഫീലിങ്സ് ഒക്കെ നോർമലൈസ് ചെയ്യാനും അവരെ ഗൈഡ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ എഫക്റ്റീവ് മെറ്റഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെലവെന്റ് ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, അല്ലെ? ആ ഒരു തെറാപ്പി ഗോൾ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കണം. പിന്നെ അവരുടെ ഒരു റിഫ്ലക്ഷൻ എൻകറേജ് ചെയ്യാം. നമ്മൾ മെറ്റഫർ പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല, അവർക്ക് എന്താണോ അതിൽ നിന്ന് ഫീൽ ചെയ്തത് ആ ഒരു റിഫ്ലക്ഷനും കൂടി നമ്മൾ അവിടെ എൻകറേജ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായോ? യെസ് മാം. ഓക്കെ, അപ്പോ ഇത്രയായിരുന്നു നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോ നിങ്ങളും ഇനി തെറാപ്പിയിൽ മെറ്റഫേഴ്സ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങാം. ആർക്കെങ്കിലും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കാം. എന്തെങ്കിലും ഇനി മെറ്റഫർ നിങ്ങൾക്ക് വേണം, എന്തെങ്കിലും ഇത് റിലേറ്റഡ് ആയിട്ടുള്ളത് പറഞ്ഞു തരുമോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും മെസ്സേജ് അയക്കാം കേട്ടോ. എന്റെ നമ്പർ നമ്മളെ സൈസോണിലെ ഗ്രൂപ്പിൽ ഉണ്ടാവും. ഓക്കെ. Okay. Okay, ma'am. Okay, thank you. Thank you, ma'am. Okay. Thank you all. Thank you. Good night. Thank you, ma'am. Good Thank you night. ma'am. Good night. Thank you. Good night.